المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يتقبل الله من المتقين صدق الله العلي العظيم الكيس من دان نفسه وعمل لما بعد الموت والعاجز من اتبع نفسه هواها وتمنى على الله الأماني صدق رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شد الحياة ومن شد الممات ومن إحراق جثماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد اللهم صل وسلم وبارك عليه അൽഹംദുലില്ലാ. SSF ഗോദാമുഗുഡ യൂണിറ്റ് നടത്തിയ മഹദറത്തുൽ ബദരിയയുടെ വാർഷികത്തെ മജ്ലിസിലാണ് ഞങ്ങളുടെ അസ്ഹാബുൽ ബദറുടെ സഹായവും പൊറുത്തവും കിട്ടിയ സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തിട്ട് ഇതൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ചെറിയ ബാലക്കാർ മക്കങ്ങ അല്ലാഹു അങ്ങു അവന്റെ ത്വാഅത്തിലായിട്ടുള്ള ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ദീനിക്ക് നല്ലോണം ഖിദ്മത്തും ഇഖ്ലാസോടെ ചെയ്യുള്ള തൗഫീഖ് അല്ലാഹു അങ്ങും നമുക്കും തരട്ടെ. ധാരാളം ആലിമീങ്ങൾ ഉള്ള വേദിക്കും ഈമാനുള്ള മോമിനീങ്ങ മോമിനാത്തുങ്ങം നിറഞ്ഞിട്ടുള്ള സദസ്സും അല്ലാഹുവിന്റെ മലായിക്കത്തുങ്ങ ഈ സദസ്സരെ ചൊത്തുലുണ്ടു ചൊല്ലത് നമ്മ പടിപ്പാട്ടി തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരത്തിലുള്ള മജ്ലിസുങ്ങ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മുഖറബീങ്ങളായ മലായിക്കത്തുങ്ങ ഞങ്ങളെ പരിചയപ്പെടുകയും ഞങ്ങളെ ಬಗ್ಗೆ അല്ലാഹുവൊട്ടിಗೆ ഇംപ്ലൻസ് ആക്കുകയും ഞങ്ങൾക്ക് പേനായി ദ്വാർക്കുകയും കാരണമാവുടെ മജ്ലിസാണിത്. ഞങ്ങളെ പരിചയ ഞങ്ങളൊരു അഡ്രസ് മലായിക്കത്തിന്റെ കയ്യിൽ കിട്ടിപ്പോയിട്ടുണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ആഖിറം വിജയിച്ചു പോയിട്ട് ചൊല്ലതിലെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അല്ലാഹു അത്തരത്തിലുള്ള മജ്ലിസുകളെ കൂട്ടത്തിൽ ഈ മജ്ലിസിനെ പെടുത്തട്ടെ. അൽ മഹ്ദറത്തുൽ ബദരിയ സകല സ്വഹാബത്ത് ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പവറുള്ള സ്ഥാനമുള്ള സ്വഹാബത്തിന്റെ കൂട്ടമാണ് അസ്ഹാബുൽ ബദർ. സ്വഹാബത്തുക്ക് വലിയ പവറാണ്. ലോകത്ത് അതുപോലെ ഒരു അനുയായി വൃന്ദ ആർക്കും കാട്ടുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊല്ലെ ഒരു നേതൃത്വത്തെ അംഗീകരിക്കുന്നത് എങ്ങനെ ചെന്നിട്ട് ലോകത്തേക്ക് പഠിപ്പാട്ടി കൊടുത്ത് മഹാന്മാരാണ് സ്വഹാബത്ത്.
ദക്കിടതിലും എണിക്കിടതിലും കിടക്കിടതിലും വറങ്ങിടതിലും നടക്കിടതിലും നോക്കിടതിലും മുണ്ടതിലും കേക്കിടതിലും തിന്നിടതിലും എല്ലാം ഒരു നേതൃത്വത്തെ എങ്ങനെ ഫോളോ ആക്കച്ചുള്ളത് ലോകത്ത് അതുപോലെ പഠിപ്പാട്ടി തന്നൊരു സമൂഹം വേറില്ല. അങ്ങനൊരു നേതൃത്വവും ഇല്ല, അങ്ങനൊരു സമൂഹവും ഇല്ല. അത് കേവലം നബിതങ്ങളെ മുന്നൊലിക്കുമ്പോ മാത്രം അല്ല, അത് ഔത്തുപോയെങ്കിലും അങ്ങനമേ, റായ ബുട്ടെങ്കിലും അങ്ങനമേ. അത് കേവല അനുസരണ മാത്രമല്ല. നീ നിന്റെ സമ്പത്ത് സമ്പൂർണമായി എനക്ക് തരണം എന്നെങ്കിൽ അങ്ങനെ സഹായിക്കണ മഹാന്മാർ അല്ല. നിന്റെ കുടുംബം ത്യജിച്ച് നീ നണ്ടുട്ടിക പറഞ്ഞു എന്നെങ്കിൽ അതുക്കും റെഡി അല്ല. നിന്റെ ഔത്തുലു നാണചൊള്ള ആൽമാരെ കൂടി നീണ് ദക്കുകൊള്ള അവസരവും സൗകര്യം ആക്കി കൊടുക്കണം ചെന്നെങ്കിൽ ഐക്കും റെഡി. ഇണ്ട് മങ്ങിലായ ആളുട്ടിക നാളെ യുദ്ധത്തിക്ക് പോകൊണ്ട് പറഞ്ഞു എന്നെങ്കിൽ ഐക്കും റെഡി. ജീവം തരണു എന്നെങ്കിൽ ഐക്കും റെഡി. ഉറക്കുപെടണു എന്നെങ്കിൽ ഐക്കും റെഡി. ലോകത്ത് ഇതുപോലെ ഒരു അനുയായി സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തൊരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാണ്ട് ആരും ഇല്ല. അതുകൊണ്ട് ആ സ്വഹാബത്ത് ഏറ്റവും വലിയ സ്ഥാനത്ത് ഉയർത്തപ്പെട്ടു പോയാൽ ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, അല്ലാഹുവിനെ പേടിക്കുകയായി മാത്രം സെലക്ഷൻ ചെയ്യപ്പെട്ട ആൽമാർ അത് സ്വഹാബത്തുകൾ. ആ സ്ഥാനത്തിൽ നാണെന്നിരെങ്കിൽ അതിലപ്പുറത്തൊരു ടീമിൻ അബൂജഹലും മുത്തുബത്തും ശൈബത്ത്. അല്ലാഹു ഞങ്ങളെ കാത്താണ്ട് മാത്രം. ആ സ്വഹാബത്തുകമേ സരിസാട്ടിയാണ്, ലോകത്താറുകുമാകു തുല്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ എങ്ങനെ നിണ്ടാറുണ്ട് കേട്ടെങ്കിൽ നബി തങ്ങളെ മരണത്തിൽ പിന്നെയും നബി തങ്ങൾ കാട്ടിയതുപോലെ ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാന്മാരാണ്. സാധാരണ ഞങ്ങൾ കരട്ടിക്കട അബ്ബമ്മടെതിലും ഉസ്താദ് മഹരതിലും അല്ലെ റായത്തെ ഹിരിയങ്ങളെ പെരോത്ത ലൈഫ് കംപ്ലീറ്റ് ബർബാദായ ലൈഫാണ്. ഒരു നിലക്കും അള്ളാഹും അവനുമായി ബന്ധമേ ഇല്ലാത്തൊരു ലൈഫ്. എതിർല ഏറ്റവും നല്ല സ്വാലിഹായ കണ്ടെങ്കിലേ വരിയുണ്ട് ചെന്നു പോവാർ, വേണമെങ്കിൽ പേര് കേട്ടെങ്കിൽ റളിയല്ലാഹു അൻഹു പോലും ചെന്നു പോവാർ. അങ്ങനത്തെ പേരും അങ്ങനത്തെ പ്രവൃത്തിയും അങ്ങനത്തെ ചിരിയും അങ്ങനത്തെ മുണ്ടാട്ടവും അങ്ങനത്തെ പ്രവർത്തനവും എന്ത് നാട്ടക വേണം. വലിയ വലിയ ഫിലിമുടെ ഹീറോമാർ എങ്ങനെ വന്നുള്ള സ്വത്തുപോയാൽ രണ്ട് മുഖത്തെ ജീവിതമാണ് രണ്ട് മുഅ്മിനുക്ക് വന്നുകൊണ്ടുള്ള. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. സിർറടാണ്ടി അലണ്ടാണ്ടി പരസ്യത്താണ്ടി ഏറ്റവും കൂടുതൽ നല്ലവനായ ജീവിതമാണ് ഞങ്ങൾ ഉൽഗത്തെ ജീവിതം. ആ ജീവിതം ഒന്ന് സുന്ദരമായി കിട്ടിത്തിണ്ട് കണ്ടെങ്കിൽ പിന്നെ ഈ ലോകമേ നമുക്കെതിരായെങ്കിൽ ഞങ്ങൾ പേടിക്കാനുണ്ടില്ല. കാരണം അല്ലാഹുടെ മുന്നിൽ ഞങ്ങൾ നല്ലങ്ങ. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തിട്ട് രഹസ്യവും പരസ്യവും അല്ലാഹുടെ പേടിച്ച് ജീവിക്കട സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി അല്ലാഹു ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് സ്വഹാബത്തുകളെ സ്വഭാവത്തെ ಬಗ್ಗೆ ചൊല്ലുമ്പോ മഹാനായ അൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നമ്മ പഠിപ്പാണ്ടി തന്നത് ഇന്ന അസ്ഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് കാനു അക്യാസൻ, അങ്ങ് വലിയ ബുദ്ധിയുള്ള ആൽമാരായിട്ടിന്നാർ. ഞങ്ങളെ ഭാഷയിൽ ബുദ്ധിയുള്ള ആള് എന്നെങ്കിൽ
SSL മാർക്ക് എത്ര രണ്ടാണ് ഫസ്റ്റ് കേൾക്കണത്. അപ്പോഴേ അവൻ ബുദ്ധിയുള്ള ആളവിടെ. PUC എങ്ങനെ മാർക്ക്, അല്ലെങ്കിൽ അവന്റെ ജോബ് എന്തിന്? റായത്ത് എഞ്ചിനീയർ ആണ്, ആ റായത്തില് വലിയ ബുദ്ധിവന്ത. റായത്തില് ലോയർ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ വലിയ ഹൈ സാലറി എടുത്തുകൊണ്ടുള്ള ബിസിനസ്മാൻ ആണ് ആ റായത്തിൽ ബുദ്ധിവന്ത. അതല്ല യഥാർത്ഥത്തിൽ ബുദ്ധിവന്തിക്ക്. മഹാനായ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സ്വഹാബത്തുടെ ಬಗ್ಗೆ ചൊന്നത്, അങ്ങളെ കയ്യിൽ റാങ്ക് ലിസ്റ്റിംഗ് ഉണ്ട് കേട്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിംഗ് ഇല്ല. ഒരു മര്യാദ ഒരു ഡ്രസ് ഉണ്ടാണ് കേട്ടെങ്കിൽ നോ. ഒരു ചോറിനോ കത്തി ഉണ്ടാണ് കേട്ടെങ്കിൽ അതുക്കും ഗതിയില്ലാത്ത ആൾമാരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തുടെ ಬಗ್ಗೆ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചൊന്നത്, കാനു അക്കിയാസൻ, നല്ല ബുദ്ധിയുള്ള ആൾമാരാണ്. ആരാണ് ഈ ബുദ്ധിയുള്ള ആൾമാർ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്നു, അൽ കയ്യിസു മൻ ദാന നഫ്സ, സ്വന്തം തടിയുടെ വിചാരണം ചെയ്ത ആളാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിൽ പിന്നെയുള്ള ജീവിതത്തിന് തയ്യാറാക്കിയ മഹാനാണ്. ആ മനുഷ്യരുടെ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും 2 സെന്റൻസിൽ നമ്മ പഠിപ്പാട്ടി തന്നു. മന്ദാന നഫ്സ, സ്വന്തം തടിയുടെ എൻക്വയറി ആക്കിയ ആളാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിൽ പിന്നെയുള്ള ജീവിതത്തിൽ അമലെടുക്കുന്ന ആളാണ്, പണിയെടുക്കുന്ന ആളാണ്. വൽ ആജിസു മൻ അത്ബഅ നഫ്സ, അതേ സമയത്തിൽ ആ ദഡ്ഡാരാണ്? ശതദഡ്ഡാരാണ്? ബുദ്ധിയില്ലാത്തവനാരാണ്? അയോഗ്യാരാണ്? മൻ അത്ബഅ നഫ്സ, സ്വന്തം തടിയുടെ ഇമ്പാലന ആക്കിടെ, സ്വന്തം തടിയുടെ ഫോലോ ആക്കിടെ ആളാണ്. തടി ചൊന്നത് പോലെ കേട്ട് നടക്കിടെ ആളാണ്. ചെളിക്ക് തടിയതാ ഉറങ്ങുക ചൊന്തു ഉറങ്ങിയ നിസ്കാരം കൊലായി പോയി. അതേ തടി ചൊന്തു നീ കൊറിയ നേരമല്ലേ അന്യ പെണ്ണുമായി എനിക്ക് ചാട്ടക്കിടയ്ക്ക് എന്ത് പ്രോബ്ലമാണുള്ളേ? കാണ്ടങ്ങാറുമില്ലല്ലേ ചൊന്നപ്പ തടിയുടെ പലക്കം കേട്ടിട്ട് അന്യ പെണ്ണിടെ പിന്നാലെ പൂന്നവനു. സുബ്ഹാനല്ലാഹ്, അയോഗ്യ ആരാണ്? തടി എന്തെല്ലാം ചൊന്താതുപോലെ കേട്ട് നടക്കുന്ന ആളാണ്. എന്നിട്ട് നബി തങ്ങൾ അവന്റെ ಬಗ್ಗೆ ചൊല്ലൊരു കോമഡി ഉണ്ട്. വതമന്നാ അലല്ലാഹിൽ അമാനി, തടി ചൊന്നതുപോലെ എല്ലാം ആക്കിയിട്ട് വ്യഭിചരിച്ചിട്ട് നിസ്കരിക്കാണ്ടിന്നിട്ട് ആരാറ് ഗീബത്തും നമീമത്തും ചൊന്നു നാവിടെ ആശങ്ക തീർത്ത ഉമ്മമാരെ, പെങ്ങമാരെ, എന്നിട്ടാണ് ഞങ്ങളെല്ലാം കൊതിക്കിട സ്വർഗം വേനു ചൊന്നിട്ടു നടക്കുക പോവാത്ത വിഷയമാണ്. അയോഗ്യ എല്ലാം തടി ചെന്നതുപോലെ കേട്ടിട്ട് ഓണ്ട ഭാഷയില് ഓണ് തടിയുടെയാണ് ഇലാഹാക്കി വെച്ചത്. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയാണ് ചൊല്ലുന്നത്. ഓണ്ട സ്വന്തം തടിയുടെയാണ് ഇലാഹാക്കി വെച്ചത്. തടിയുടെ പൂജാക്കടത്തിൽ നമ്പർ 1 ആണ്. തടി ചൊന്നപ്പെല്ലാം കിടന്നു കൊടുത്തോണു, തടി ചൊന്നപ്പെല്ലാം നോക്കിടത് നോക്കിയോണു, തടി ചൊന്നപ്പെല്ലാം കേക്കിടത് കേട്ടോണു, തടി ചൊന്നപ്പെല്ലാം മുണ്ടത് മുണ്ടിയോണു, തടി ചൊന്നപ്പെല്ലാം മൊഞ്ചിച്ചവനു, തടി ചൊന്നപ്പെല്ലാം എന്തെല്ലാം പടച്ച റബ്ബ് പൊറുത്തപ്പെടാത്ത സ്വർഗ ഉണ്ട് അതെല്ലാം ആക്കി നടന്നവനു. പക്ഷേ ഒണ്ടൊരു വിചാരമുണ്ട്, ബെഡിൽ കിടന്നിട്ട് നണ്ട വന്നു പടച്ച റബ്ബ് സ്വർഗത്തിൽ കടത്തിയെങ്കിലാ ആഗ്രഹം ഉണ്ട്, ആശന്തരെ അള്ളാഹു നന്റെ സ്വർഗത്ത് കടത്തിയെങ്കിലാണ്. ഓണ്ടത്ര വലിയ അയോഗ്യവും ദഡ്ഡ വേറെ ആരും ഇല്ലാണ്ടാണ്. അതേ ടൈമില് സ്വഹാബത്ത മന്ദാന നഫ്സ, സ്വന്തം തടിയുടെ വിചാരണമാക്കിയ മഹാന്മാരാണ് മുഅ്മിനീങ്ങളെ. ഇത് വല്ലാണ്ട് ആലോചിക്കാനായ വിഷയമാണ്. ഞങ്ങ എല്ലാത്തും റെഡിയാണ്. 24 ഗണ്ട പടച്ച റബ്ബ് ടൈം തന്നിട്ട് ഒരു 10 ഗണ്ട ഞങ്ങളെ ദുനിയാവിടെ ബാക്കിൽ ഓടിയ ഞങ്ങ 6 ഗണ്ട ഉറങ്ങി തീർത്ത ഞങ്ങ
ഒരു 8 ഗಂಟೆ ടൈമിൽ പടച്ചറപ്പുടെ ഓർക്കുകൊള്ളെ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അര ഗಂಟೆ വെച്ചമാ ചൊല്ലത് ആലോചിക്കുനായ ആൽമാരാണ് നങ്ങ ലോകത്ത് സകല അമ്പിയാക്കന്മാർ കഴിഞ്ഞെങ്കിൽ ഈമാന്റെ വിഷയത്തിൽ 1-ാം നമ്പറാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നന്റെ കൂടെയാണ് അബൂബക്കർ ചെന്ന് പാടി തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുപോലൊരു നേതാവ് ലോകത്തിൽ ഇനി കാണുകില്ല. സകല സമ്പത്തും കൊടുത്തു തീർത്ത് ഫിദാക ബിഹി വ ഉമ്മി യാ റസൂലല്ലാഹ് നണ്ടതെല്ലാം തങ്ങകു സമർപ്പണയാണ് നബിയേ. തെരുളു പല ഗാഡിങ്ങും പല മനുഷ്യന്മാരിങ്ങനെ പല പോയിന്റ് തെരുവൈക്കി വെച്ചത് നിങ്ങൾ ഇപ്പറ ശ്രദ്ധിക്കണം. ഇത്രയും വലിയ സദസ് സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ തെരുനോക്കൂടെ ആൽമാരായി പോയെങ്കിൽ ഈ തെരു നാളെ മുടക്കരുത്. ആ പോണ്ട മനുഷ്യന്മാർ നാളെ ഉടയ്ക്കുവാർ അള്ളാഹു ആയുസ് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നാനുടയ്ക്കല്ല നാളെ. അതുകൊണ്ട് എല്ലാവരും വാത് ശ്രദ്ധിക്കണം. എന്തെല്ലാം ഗാഡിങ്ങും മനുഷ്യന്മാരിങ്ങനെ പോയിട്ടിടാറ്. ആ മനുഷ്യന്മാർ ഈ റായത്തങ്ങാണ്, നാളെ കാണുള്ളങ്ങാണ്, നാളെ ഈ തെരു നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്യിച്ചിട്ട് ബാക്കി എന്തെങ്കിലും കാണുള്ളങ്ങാണ്. അത് നോക്കിക്കൊണ്ട് നിൽക്കണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തെ ടിക്കറ്റ് കൊടുത്ത മഹാനാണ്. ആ മഹാൻ ഒരു നാള് അൻസാരികളെ ഒരു തോട്ടത്തിലേക്ക് പോയിട്ട് ആ തോട്ടത്തിൽ ഇങ്ങനെ പക്ഷിപാര ദൃശ്യം കണ്ടെത്തി. അവിടെയാണ് ആ മഹാൻ കുറേ നേരം പക്ഷിയുടെയും നോക്കി ചിന്തിക്കുക തുടങ്ങടേ. എന്നിട്ട് ചൊല്ലു ഹനിയല്ലക്കയാ ത്വായിർ, ഓ പക്ഷിയെ നിനക്കെന്തൊരു സന്തോഷം, നിക്കെത്തര സന്തോഷം, നിക്കെന്തൊരു കൊസിയാണ്. തരിദുശ്ശജറ വതഅകുലു വതശ്റബു വതമൂതു വലാ ഹിസാബ വലാ ഇഖാബ്. പല മരത്തുകും പാരി കളിക്കിട ആളാണ് നീ, വേണ്ടതെല്ലാം കുടിക്കിട ആളാണ് നീ, വേണ്ടതെല്ലാം തിന്നിട ആളാണ് നീ, നീന് നാളെ മരിച്ചു പോകുള്ള ആളാണ് നീ. വലാ ഹിസാബ വലാ ഇഖാബ്, മരണപ്പെട്ടെങ്കിൽ നിക്ക് ഹിസാബില്ല, മരണപ്പെട്ടെങ്കിൽ നിക്ക് ശിക്ഷയില്ല. എന്തൊരു സന്തോഷത്തെ ജീവിതമാണ് പക്ഷി. ഇത് നോക്കിയിട്ട് മഹാൻ അവിടെ ചൊല്ലൊരു പല കൊണ്ടു യാ ലൈതനീ കുന്തു ശഅറതൻ ഫീ സദ്രി അബ്ദിൻ മുഅ്മിനീ. ഒരു മുഅ്മിനായ അടിമയുടെ നെഞ്ഞിലുള്ള മുടിയായിട്ട് നാണ് പടക്കപ്പെട്ടിട്ടിന്നെങ്കിലാ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ് ഈ പലക്കം ചെന്നോണ്ടുള്ള ലോകം മഹബത്ത് ഉദാഹരണയായി ഉപമയായി ചൊല്ല മഹാനാണത്. ലോകത്ത് അതുപോലൊരു മനുഷ്യയുടെ അമ്പിയായിൽ പിന്നെ കണ്ടിട്ടില്ല മുഅ്മിനീങ്ങളെ. വലിയ മഹാനാണ്, ചില്ലരാളല്ല. സകല സമ്പത്തും തടിയും നേതാവായ നബി തങ്ങൾ കൊടുത്ത മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മാന്റെ ജീവിതം സുബ്ഹാനല്ലാഹ് കിതാബുൽ കാണ്ട് അയാളെ നിരക്കരടങ്ങ പലപ്പോഴും കേൾക്കുവാറ്. നിങ്ങൾ ഔത്തുൽ നാലുകും ഇറച്ചി പേപ്പാത്രമായ ഇറച്ചിയുടെ മനം മണക്കണല്ലേ. അബൂബക്കർ സിദ്ദീഖ് ഔത്തുൽ എവിടെ ഇറച്ചിയാണ്. ഒരു കാലത്ത് വലിയ കോട്യാധിപതിയാണ് ശരി, പക്ഷേ ദീനക്ക് സകല സമ്പത്തും കൊടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ കൈപരികയായി പോയിട്ട് പിന്നെ എവിടെയാണ് ഇറച്ചി വേപ്പാട്ടുള്ള പൈസ മുള്ളേ നിരക്കരടങ്ങ പലപ്പം വന്ന് ചൊല്ലുവാറ്. അബൂബക്കർ സിദ്ദീഖ് ഔത്തുൽ ഇറച്ചിയുടെ മനം വന്നോണ്ടുണ്ടല്ലേ. അപ്പോഴാണ് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉത്തരങ്ങ ചൊല്ലേ, ഞങ്ങൾ ഔത്തുൽ ഇറച്ചി വേപ്പാട്ട് ഇറച്ചി വേണ്ടേ, ഇറച്ചിയുടെ മനമല്ലാതെ. അവിടെ ഒരു മൂലൽ വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ ഓതിയിട്ട് കണ്ണിട തന്നീത്ത് പാട്ടിയിട്ട് കണ്ണിട തന്നിം തീന്നിട്ട് ചോരം വന്നിട്ട് പിന്നെ കണ്ണിൽ ഒലുകൊന്നുമില്ലാണ്ട് ബാക്കിയായപ്പാ
അവിടെ ശ്വാസകോശങ്ങ അവിടെ ഹൃദയങ്ങ കരിഞ്ഞു പോയിത്ത്. അല്ലാഹുവിടെ പേടിച്ചിട്ടുള്ള ജീവിതമാണ് മുഅ്മിനീങ്ങളെ. ഇക്കാലം വരെ സ്വന്തം അപ്പ മരണപ്പെട്ടങ്ങയില്ലേ, ഉമ്മ മരണപ്പെട്ടങ്ങയില്ലേ, ഇലങ്ങമാര് മരണപ്പെട്ടങ്ങയില്ലേ, മൂത്തങ്ങമാര് മരണപ്പെട്ടങ്ങയില്ലേ. അണ്ടത്തനാല് ഞങ്ങളെ കണ്ണിട തന്നെ പോയ കണക്കുങ്ങ ഉണ്ടോ? ഞങ്ങളെ ദുഃഖങ്ങ തടഞ്ഞു വെക്കു കുത്തിയിടാ. ഓ മുഅ്മിനീങ്ങളെ, ആ ബുൽപ്പ് വേണ്ടാണ്ടെന്നാണ് ചൊല്ലവുനല്ല, അത് റാണ്ടി വലിയൊരു ബുൽപ്പ് ഞങ്ങൾക്ക് ഭരണായ അഗത്യമുണ്ട്. അത് അപ്പമ്മടെ ഓർത്തിട്ടല്ല, ഇലങ്ങമൂത്തങ്ങളെ ഓർത്തിട്ടല്ല, സ്വന്തം മക്കളെ ഓർത്തിട്ടല്ല, സ്വന്തം തടിയുടെ ഓർത്തിട്ടാണ്. നാളെ ആഖിറത്തിൽ ഞങ്ങൾ ഒറ്റപ്പെടുകുള്ള ആൽമാരാണ്. നാളെ ഖബറിൽ ഒറ്റപ്പെടുകുള്ള ആൽമാരാണ്. ആരും സഹായത്തുക പണ്ട ജാഗമല്ല, ആരും സഹായത്തുക പണ്ട നാളല്ല. എല്ലാ മുഅ്മിനീങ്ങളും സ്വന്തം സ്വന്തം അമലുമായി പോണ്ട നാലാണ്, ജാഗമാണത്. ആ നാളുടെയും ഓർത്തിട്ട് മുഅ്മിനീങ്ങളെ, മന്ദാന നഫ്സ, സ്വന്തം തരുടെ വിചാരണമാക്കിയങ്ങ ഉള്ളാറാ. തന്റെ ദോഷം എത്രയാണ് ജീവിതത്തിൽ സംഭവിച്ചു പോയിടെ. നാവ് കൊണ്ട് എത്ര ആൽമാരെയാണ് ഗീബത്ത് ചെന്നു പോയിടെ. കണ്ണുകൊണ്ട് എത്ര ഹറാമാണ് കണ്ടുപോയിടെ. കാതുകൊണ്ട് എത്ര ഹറാമാണ് കേട്ടുപോയിടെ. കൈ കൊണ്ട് എത്ര ഹറാമാണ് ഞാൻ ചെയ്തു പോയിടെ. ഈ ഏതെങ്കിലും ഒരു പാപത്തെ കുറിച്ചിട്ട് ഒരു നാളും ഉണ്ടാണ്ട് തെക്കുമ്പോ പടച്ചറപ്പുടെ ഓർത്ത് പുൽപുട്ടങ്ങ ഉള്ളാറാ മുഅ്മിനീങ്ങളെ. ഈ ലോകത്ത് പടച്ചറബ് പടച്ചൊരു ടൈമല്ലേ തഹജ്ജുദുടെ ടൈമും, ആരും കാണാത്ത ടൈമും. ആ ടൈമിൽ വരെ സ്വർഗത്തെ ടിക്കറ്റ് കിട്ടിപ്പോയ സ്വഹാബത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. ജാവ് കുറഞ്ഞെങ്കിൽ ഉറക്ക് വരലില്ല. സുബ്ഹാനല്ലാഹ്, പായിലിങ്ങനെ അപറമ്മിപ്പുറം മറിയുവാറ് സ്വഹാബത്തുങ്ങ. എന്ത് കാണത്? കൊതുകടിച്ചത് കൊണ്ടല്ല, വേർത്തത് കൊണ്ടല്ല, സെക്കായത് കൊണ്ടല്ല, പടച്ചറപ്പുടട്ടിയുള്ള വല്ലാത്ത പേടിയാ. അല്ലാഹുവിനുള്ള ആഗ്രഹമാണ് മുഅ്മിനീങ്ങളെ. ഏത് ജാവുകറങ്ങെങ്കിലും സ്വഹാബത്തുക്ക് വേണ്ടതുപോലെ വറക്ക് വരലില്ല. വലിയ ഭാഗ്യം കിട്ടിപ്പോയ മഹാന്മാരാണങ്ങ. ആ ടൈം നോക്കും അല്ലാഹു തന്നില്ലേ. സുബഹി 4 ഗണ്ടകുള്ള ടൈമും സുബഹി 5 ഗണ്ടകുള്ള ടൈമും ഒരു സുബഹി നേരത്തെ എഞ്ചിട്ട് പടച്ചറപ്പുഴട്ടികൊന്നു ദുആർന്നെങ്കിലോ, നന്റെ ദോഷമൊന്നു ചൊന്നെങ്കിലോ, നന്റെ മനസ്സിലൊന്നു ചൊന്നെങ്കിലോ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഓരോ മുഅ്മിനുകും ആരാണ് മാപ്പ് കേൾക്കടെ മാപ്പ് കൊടുക്കുക നാനുള്ള ചൊല്ല ടൈമാണ്. അങ്ങനത്തെ ഒരു ടൈം വേറെ അല്ലാഹു തആല വർന്നാല് വെച്ചിട്ടില്ല. ആ ടൈമാണ് തഹജ്ജുദിന്റെ ടൈം. മുഅ്മിനീങ്ങളെ, ആരാരും മരിച്ചതിന്റെ പേരിൽ പുൽപുട്ടിട്ട് എന്തൊരു കാര്യം? സ്വന്തം നന്റെ പേരിൽ നാണത്ര പുൽപുട്ട്. കണ്ണിട തന്നെ കുറെ എടുക്കുമ്പോഴാണ് ഞങ്ങളെ മനസ്സിനല്ല അവിടെ. കണ്ണിട തന്നെ കുറെ എടുക്കുമ്പോഴാണ് ഇത്തരൊട്ടിക്ക് അനുകമ്പം കരുണകമ്പണ്ടേ ഞങ്ങൾ ദോഷകം പൊറുക്കപ്പെട്ടേ. ആ കണ്ണിട തന്നെ പവരെന്തരേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ ചൊന്നില്ലേ. വർഷാനുകട്ടലെ കത്തുപാട്ടിയ നരകത്ത് ഈ തഹജ്ജുദ് കെഞ്ചിട്ട് പുൽപുട്ട ഉണ്ട് തന്നെ മാത്ത് ചേത്തിയേണ്ട് കണ്ടെങ്കിൽ ആ നരകം വരെ കൂലായി പോവുണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുൽപുട്ടു അവിടെ ഹൃദയഭാഗം ശ്വാസകോശങ്ങൾ കരഞ്ഞിട്ട് അതിന്റെ സ്മെല്ലിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിട്ടാണ്. അപ്പുറത്ത് ഉത്തരങ്ങ വേർച്ചോണ്ടിന്ന് എർച്ചിയുടെ കരി വേപ്പാട്ടിയോണ്ടുള്ളാറുണ്ട്. ആ മഹാനാണ് ചൊല്ലേ. ഒരു മുഅ്മിന്റെ നെഞ്ഞിലുള്ള മുടിയായിട്ടിന്നെങ്കിലാണ് ആ മുഅ്മിൻ സ്വർഗത്ത് കടക്കുമ്പോൾ നാണും കടക്കന്തല്ലേ. അങ്ങനെങ്കിലും നമുക്ക് സ്വർഗം കിട്ടന്തല്ലേ. സ്വാലിഹീങ്ങളെ ചിന്തയാണ് മുഅ്മിനീങ്ങളെ. നിസ്കാരം ഖളാ ആക്കി നടക്കണ ആൽമാരത്തര, നിസ്കാരത്തെ ಬಗ್ಗೆ ഒരു താല്പര്യമില്ലാത്ത ആൽമാരത്തര മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നില്ലേ.
നിസ്കാരത്തെ നെഗ്ലിജൻസിലെ ഒന്നാം അദാബ് ദുനിയാവിടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ടാണ്. അതെങ്ങനെ? ഒന്ന് റിസ്കിൽ ബറക്കത്തിക്കലാണ്ടാണ്. റിസ്ക് ചെന്നെങ്കിൽ ചോറ് മാത്രമാണ്. ചോറ് റാഹത്ത് പോലെ കിട്ടല്ലോ ഉസ്താദ്, ചോറ് കിട്ടും. പക്ഷെ ആ ചോരെന്തും ഞങ്ങൾ ഉപകാരത്തിക്ക് പറല്ല. നല്ല താക്കത്തുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷേ ഞങ്ങൾ എവിടെ പോയെങ്കിലും എന്താക്കെങ്കിലും ഒരു ഏളിക പണ്ടില്ല, ബറക്കത്ത് പണ്ടില്ല. അറ്റ്ലീസ്റ്റ് മനസ്സിക്ക് സമാധാനം വെക്കല. അള്ളാഹു റിസ്ക്കിടെ ബറക്കത്തെടുത്ത് തീർക്കുക. രണ്ടാമത്തെ ആയസ്സിലുള്ള ബറക്കത്ത് അള്ളാഹു ഊരിക്കളയുവാണ്ടാണ്. വേഗം മരിച്ചിട്ട് പോവാറ്. ഇനി വേണ്ട 100 വർഷം ചെയ്യിച്ചെങ്കിലും ഓന്റെ ആയസ്സിലോൺ എന്താക്കിയാണ്ട് കേട്ടെങ്കിൽ ഓന്റെ പരിചയമേ ലോകത്തിക്കില്ല. ജീവിച്ച മരിച്ചിട്ട് പോയ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, വേറെന്തോ ആയിട്ടില്ല അവന്റെ കൊണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ആയിട്ട് അവന്റെ മക്കവും കാണായിട്ടില്ല, അവനക്കും കാണായിട്ടില്ല. ജീവിച്ചിട്ട് മരിച്ചിട്ട് പോയതാണ്. ഏതോ ഒരു പള്ളിക്കൂട്ടൽ കബറുണ്ട് അവന്റെ ദത്തര. അവൻ രണ്ടടക്കി വന്നത് ഇണ്ട് തോല ആ കബറിന്റെ ഭാഗത്താറും പോയിട്ടില്ല. മഹാന്മാർ നിസ്കാരം നെല്ലിട്ടായിട്ട് കണ്ടോണ്ടേ ഇനൊരു ബല്ലാത്ത അതാബ് ചൊന്നാർ. അത് മരിക്കുമ്പുള്ള അതാബാണ്. മരിക്കുമ്പുള്ള അതാബ് അവനുകൂ ഈമാനോട് കൂടെയുള്ള തൗഹീദിലെ കലിമ ചെന്നിട്ടുള്ള മരണം കിട്ടലാണ്ടാണ്. നിസ്സാരമായ മരണം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടാവും. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഓരോ നിസ്കാരത്തെ ബഗ്ഗിയും അമലുകളെ ബഗ്ഗിയുള്ള സ്വന്തം വിചാരണ ആരാറാക്കണത് കാക്കടല്ല. നണ്ട ഉമ്മ ദ്വാർക്കും അപ്പ ദ്വാർക്കും ആറും ദ്വാർക്ക വേണ്ടില്ല. മറിച്ചിട്ട് 3 ദ്വാക്കിട്ട് അങ്ങ് പോയാറ്. പിന്നെ ഇല്ല, പിന്നെ 2 വർഷത്തെ ആണ്ടര ദ്വാർത്തുക വേണ്ട ഞങ്ങൾ അനുഭവിക്കണം കബറിലും. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ആരും രക്ഷപ്പെടുത്തുക വേണ്ടില്ല. എല്ലാ ബിസിയും തീർന്ന നാലാണ്. അതുകല്ല ഈ കഫൻ തുണി കീസ കണ്ടാറ്. നിങ്ങൾ കീസ് എന്തെങ്കിലും ഒരു മൊബൈലെങ്കിലും വെച്ചുകൊണ്ട് പോകാം. അവിടെ ഒത്തിയണ്ടിക്കും ടൈം പാസ് ആവാൻ. കീസമേ വെക്കില്ല, പിന്നാണ് മൊബൈൽ പിടിച്ചോണ്ട്. ഒരാളെ ഇവിടെ ദുനിയാവിൽ ജീവിക്കുന്ന കാലമെല്ലാം അർസമാക്കി ജീവിച്ച ആള് ഖബറിൽ പോയിട്ട് മൊബൈൽ കാലം നോക്കിയിട്ട് ചിരിക്കാൻ ഇല്ല. ചിരിക്കുക പോലാവാത്ത നാലാണത്, ജാഗാണത്. ഇനി ചിരിക്കുക ആവില്ല, ഒരു കൈ കൊടുക്കുകയും ആവില്ല. അവിടെ കിട്ടിയത് എടുത്തോളൂ, റാഹത്ത് പോലെ കിട്ടും, എടുത്തോളൂ, എല്ലാം എടുത്തോളൂ. ഏത് വേണ്ട ചൊല്ലുകയില്ല. ബൊബിട്ടാൻ കേൾക്കണമോ ഇല്ല. ഇവിടെ ആരെങ്കിലും 3 ബൊബിട്ടാണ് കണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ എടുത്ത് വിടാസ്പിടാറ്. അവിടെ നീ നിന്റെ കൈക്കാൽ ഓടിച്ചിട്ടെങ്കിലും നീ ഏനമ്മത്തെ ബൊബിട്ടെങ്കിലും നിന്റെ തിരിഞ്ഞു നോക്കണം. അവിടെ ഇല്ല. സ്വന്തം മക്കമേ പണ്ടില്ല കബുറ മുട്ട ദൂരത്തിൽ അസ്സലാമു അലൈക്കും ഒരു പോക്ക്. അത് ദാറഖൗമുൽ മുഅ്മിനീനും ചൊല്ലില്ല. അസ്സലാമു അലൈക്കും ഒരു പോക്ക് പോണ്ടേ. അസ്സലാമു അലൈക്കും യാ അബി അതും പോലെ ചൊല്ലില്ല, യാ ഉമ്മി ചൊല്ലില്ല. അത് ഫസ്റ്റ് കുറവാറിക്കിട് ഭയങ്കര ഫീലിംഗ് എല്ലാം ബേജാർ പലലിക്കിട്. പിന്നെ ആ മരിച്ചത് കൊണ്ട് അബ്ബമേ അല്ലാണ്ട് വരച്ചിട്ട് പോകണം. അങ്ങനെ സംബന്ധങ്ങൾ വിദൂരമായി പോകുന്നു. ഞാൻ ഒറ്റപ്പെട്ട നാളും കാണത്. അവിടെ എന്തും കിട്ടില്ല മുഅ്മിനീങ്ങളെ. നിങ്ങൾ ആക്കിയത് മാത്രം അവിടെ അനുഭവിക്കില്ല നാളും കാണത്. ഇവിടെ സംഘടന ഉണ്ടാക്കിയ ആത്മാർ ഇതര സന്തോഷം അനുഭവിച്ചുകൊണ്ടുള്ളവരാണ്. എന്ത് അങ്ങ് പോയെങ്കിലും അങ്ങ് ആക്കി വെച്ചതിലെ ഫലം ഇവിടെ കണ്ടോണ്ടുണ്ടോ. ഇവിടെ പണ്ട് കാലത്ത് സംഘടനയില്ല. അപ്പൊ എന്താക്കി വേണ്ടി കേട്ടെങ്കിൽ അമ്മമാർ ഉമ്മമാരല്ല ഔത്രജാലിൽ തെങ്ങട മറന്നിട്ടുണ്ടിരുന്ന ഞങ്ങ മരിച്ചെങ്കിലും ബാക്കി അവൻ കുടിക്കുവാറല്ലേ. അവൻ അതെങ്കിലും കിട്ടും. എണ്ട് ഞങ്ങ തെങ്ങട മറത്ത് പത്തിട്ട് പൊണ്ട കഴിഞ്ഞിട്ട് കുടിക്കുമ്പോ അതെങ്കിലും അവൻ കിട്ടും. നമുക്ക് എന്തിനുണ്ട്? മണ്ണുമില്ല. എന്തിനാക്കിയ കേട്ടെങ്കിൽ എന്തുമില്ല. നയിച്ചമേ 50 വർഷം നയിച്ചിരോ, 51ാമത് വർഷത്തെ മരിച്ചിരോ, എന്തുമില്ല, നത്തിങ്. സ്വഹാബത്തുങ്ങ സുബ്ഹാനല്ലാഹ് വല്ലാത്ത പേടിൽ ജീവിച്ച മഹാന്മാരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ ധീരനാണ്, എത്ര വലിയ ധൈര്യമുള്ള മഹാനാണ്. പക്ഷേ പടച്ച റബ്ബുടെ വിഷയത്തിൽ ആ മഹാന്റെ പോലെ ഖേദിച്ചങ്ങയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലും, ഒരു 4 നാണതാ ഒരു മതിലിന്റെ ഇപ്പുറത്തുള്ള അപ്പുറത്ത് ഉമർ ഇബ്നുൽ ഖത്താബാനുള്ളേ. അവിടെ ഒരു സൗണ്ട് നക്കിങ്ങനെ കേട്ടോണ്ടുണ്ട്. നക്ക് സൗണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലായിട്ട് ഇത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. കാത് വെച്ചിട്ടൊന്നാണ് കാത് കൊടുത്ത. അപ്പോഴാണ് ആ മഹാന്റെ ഭാഗത്തിൽ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ ബഖിൻ ബഖിൻ, എന്തൊരു നാശമാണ്, എന്തൊരു നാശമാണ്. വല്ലാഹി ലതത്തഖിയന്നല്ലാഹ്
സ്വന്തം തട്ടൊട്ടിക ഉമർ ഇബ്നുൽ ഖത്താബ് ചൊല്ല പലക്കമാണ്. ഓ നണ്ട തടിയേ, പടച്ച റബ്ബുടെ വല്ലാത്ത പേടിനിക്ക് വേണം കേട്ടോ. ഔലി ഹാസിബന്നകല്ലാഹ്, അല്ലെങ്കിൽ പടച്ച റബ്ബുടെ വിചാരണം നിക്ക് നാളെ നേരിടുക പോകുണ്ടു തടിയേ. ഓ മുഅ്മിനീങ്ങളെ, ധാരാളം ജീവിതം നിങ്ങൾ ജീവിച്ച, ധാരാളം നിഅമത്ത് നിങ്ങൾ അനുഭവിച്ച, ദോഷം ആരുകാണ് വരാത്തത് വന്നു പോയിടല്ലേ. പക്ഷെ അതിന്റെ പേരിൽ പിന്നെയും പിന്നെയും ദോഷമാക്കി നടക്കാണ്ട് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ പടിപാടി തന്നില്ല. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്. സ്വന്തം തട്ടൊട്ടിക ദോഷമാക്കി ജീവിച്ച ആൽമാർ, വേണ്ടാത്തതാക്കിയ ആൽമാർ, അള്ളാഹുടെ ഓർത്തിട്ടു അങ്ങളെ ദോഷത്തിൽ അങ്ങ് മാപ്പ് കേട്ടാറുണ്ട് കണ്ടെങ്കിൽ ഇവിടെ പൊറുക്കുക ഒരാളില്ലേ, അവനല്ലേ അല്ലാഹ്. ഞങ്ങൾ എത്ര വലിയ പാപമാക്കിട്ടിരുന്നെങ്കിലും ഞങ്ങൾ പൊറുക്കുക പടച്ച റബ്ബ് റെഡിയാണ്. പക്ഷേ മാപ്പ് കേൾക്കുക ഞങ്ങൾക്കും റെഡി വേണം മുഅ്മിനീങ്ങളെ. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തിട്ട്. ഖുർആൻ പിന്നെ ചെന്ന കണ്ടീഷനാണ് വലം യസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഈ മാപ്പെല്ലാം കേട്ടൽ പിന്നെ അതാ മുന്നലാക്കിയ ആ ദോഷത്തിന് മടങ്ങി പോകുത്തീറാ, പിന്നതിൽ കണ്ടീനിയാവുകുത്തീറാ. ലോകത്തിൽ സകല മഹാന്മാർ ജീവിച്ച് കാട്ടിയ മാർഗം ഏതാണ് മുഅ്മിനീങ്ങളെ? പരിശുദ്ധമായ ദീന്റെ പ്രവർത്തിക്കലോടുകൂടെ അങ്ങ് ഈ ലോകത്ത് അങ്ങ് ത്യജിച്ചു പോയാറ്, ലോകത്തൊട്ടിക്കുള്ള മോഹങ്ങ കുറച്ചു പോയാറ്, ഞങ്ങളെയല്ലാ ഈ മോഹങ്ങമില്ലേ മുഅ്മിനീങ്ങളെ? നിസ്കാരത്തിൽ ലദ്ദത്തില്ലാണ്ടാക്കിട സാധനമാണത്, സംഘടന പ്രവർത്തനമില്ലാണ്ടാക്കിട സാധനമാണത് ദുനിയാവിടെ മോഹങ്ങ. എന്തേ പലരും ഈ സംഘടനക്ക് പണ്ടില്ല പ്രവർത്തിക്കില്ലാണ്ട് കേട്ടെങ്കിൽ അതുക്കുള്ള ഏറ്റവും വലിയ കാരണം എന്തിനേണ്ട് കേട്ടെങ്കിൽ ദുനിയാവുമായിട്ടുള്ള മോഹങ്ങാണ്, ദുനിയാവുമായിട്ടുള്ള ഷെഡ്യൂൾ ബിസിങ്ങാൻ. സുബ്ഹാനല്ലാഹ്. ഇന്റെ അൽ മഹദറത്തുൽ ബദരിയ നിങ്ങൾ ഓതില്ലേ മുഅ്മിനീങ്ങളെ? സ്വഹാബത്ത് അതുപോലെയല്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രധാനിയല്ല അബ്ദുല്ലാഹി ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. മഹാനദാ മുഅ്തദി യുദ്ധത്തിൽ സുബ്ഹാനല്ലാഹ് മഹാന് പോയപ്പാ ആ മുഅ്തദി യുദ്ധത്തിലെ ക്യാപ്റ്റനായിട്ടിരുന്ന ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മഹാൻ ശത്രുങ്ങളെ കയ്യിലതാ കൊല കയ്യിൽപ്പെട്ടപ്പാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എഞ്ചിനെടുത്തി. എന്നിട്ട് മഹാൻ ആ യുദ്ധസേനയില്ലേ അതിലതാ ക്യാപ്റ്റൻഷിപ്പ് വഹിച്ചിട്ട് ആ പതാകയും പിടിച്ചിട്ട് മുന്നോട്ട് പോണ്ട് മുഅ്മിനീങ്ങളെ. ഞാൻ കേക്കട്ടാ, ഞങ്ങളെപ്പോലെയുള്ള പെഞ്ഞായ്മക്ക് ഇന്ന് ആൽമാരല്ലേ അങ്ങ, ഞങ്ങളെപ്പോലെ സമ്പത്തിന് ആൽമാരല്ലേ അങ്ങ, ഞങ്ങളെപ്പോലെ എല്ലാ നിലക്കുള്ള ചന്തത്തെ മക്ക ഇന്ന് ആൽമാരല്ലേ അങ്ങ. പക്ഷേ പടച്ച റബ്ബുടെ ദീന്റെ വിഷയങ്ങ പറയുമ്പോ പ്രവർത്തനത്തിൽ മുന്നോലാണ്. ഓതണ്ട SSFയുടെ ബാലക്കാരുമാരെ, നാളെ ആഖിറം വിജയിക്കോനാ. ഞങ്ങളെ പടച്ച റബ്ബുമായിട്ടുള്ള സാമീപ്യം ഉണ്ടാവണ, അല്ലാഹുവിന്റെ റസൂലുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടണ, എങ്കിൽ ദീനുമായി പ്രവർത്തിക്കുള്ള പ്രയത്നങ്ങൾ നടത്തുറൂ. അല്ലാഹു തആല ഞങ്ങൾക്ക് ഏറ്റവും വലിയ നിഅമത്തായി കണിഞ്ഞേകിയത് സമ്പത്തുങ്ങല്ല, അവങ്ങല്ല, മക്കങ്ങല്ല. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അത് ദുനിയാവിടെ വെറും സൗന്ദര്യങ്ങ മാത്രമാണ്. യഥാർത്ഥത്തെ സൗന്ദര്യം ഏതാണ് മുഅ്മിനീങ്ങളെ?
ആഖിറത്തിൽ ഉപകരിക്കുന്ന സൗന്ദര്യം ഏതാണ് മുഅ്മിനീങ്ങളെ? മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. പടച്ച റബ്ബ് കുബേനായിട്ട് മുണ്ടിയ മുണ്ടാട്ടങ്ങാണ്, പടച്ച റബ്ബ് കുബേനായി പ്രവർത്തിച്ച പ്രവർത്തനങ്ങാണ്. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബ് കുബേനായി നടന്ന നടത്തങ്ങാണ്. അത് ആഖിറത്തിൽ കാണുള്ളതാ. ദുനിയാവിലാക്കിയതാ, ദുനിയാവിൽ തീർന്നു പോണ്ടതാണ്. എന്തിനാണ് ഈ ഡ്രസ് എടുത്ത മുഅ്മിനീങ്ങളെ? ഒരു 2 വർഷം വിട്ടെങ്കിൽ ഈ ഡ്രസ്സിനൊക്കെ പിന്നെ കിട്ടുകയില്ല. അത് ഏതെങ്കിലും കൈന്തുനിയായി മാറുക, അല്ലെങ്കിൽ ഗുജരിക പോണ്ടു. സുബ്ഹാനല്ലാഹ്, നാണ് ഔത്തുകെടുത്ത പ്ലേറ്റിങ്ങ 5 വർഷത്തെ മേൽ അതിൽ പിന്നെ യൂസാക്കലില്ല. ഔത്തുകെടുത്ത ഇടങ്ങ യൂസാക്കലില്ല. ഔത്തുകെടുത്ത ഫാനുങ്ങ സുബ്ഹാനല്ലാഹ് 10 വർഷം കഴിയുമ്പോ പിന്നെ യൂസാക്കലില്ല, ബൽച്ചെറുതാണ്. അതേ ടൈമിൽ വമാ ഇൻദല്ലാഹ്, അല്ലാഹു ഗുബേനായി നടത്തിയ എന്തെല്ലാം ഉണ്ടാ മുഅ്മിനീങ്ങളെ, അത് ബാക്ക് നാളെ ആഖിറത്തിൽ കാണുള്ളതാ. അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ, സംഘടനാ പ്രവർത്തന ചൊല്ലത് പോസ്റ്ററിൽ പേര് പറയുള്ളതല്ല. സംഘടനാ പ്രവർത്തനങ്ങൾ ചൊല്ലത് പേര് ചൊന്ന് നടക്കുള്ളതല്ല. സംഘടനാ പ്രവർത്തനങ്ങൾ ചൊല്ലത് അതെല്ലാം തോരിക്കുള്ളതല്ല. പടച്ച റബ്ബ് കുബേനായിരങ്ങ അതാക്കിടമാ. ഓ ഉമ്മമാരെ, ഓ പെങ്ങന്മാരെ, കഴിഞ്ഞു പോയ മഹാന്മാർ ഈ ദീനിക ബേനായി പ്രവർത്തിക്കുള്ള ഏറ്റവും വലിയ പ്രോത്സാഹമായിരുന്നത് ഉമ്മമാരാണ്, അങ്ങളെ പെങ്ങന്മാരാണ്. സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തെ ഏറ്റവും വലിയ മാർഗദർശിയായിട്ടുള്ള ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ ആരാണ് അത്രയും വലിയ നേതാവാക്കിയുടെ? ഇൽമുകുബേനായിട്ടുള്ള പ്രോത്സാഹം ആരാണ് കൊടുത്തേ? ദീനീ ഖിദ്മാത്തുകളുടെ പ്രോത്സാഹം ആരാണ് കൊടുത്ത? സ്വന്തം ഉമ്മമാണ്. ആ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് ശാഫഈ ഇമാം സുബ്ഹാനല്ലാഹ് എത്രമാ കാലം ദീർഘകാലം ഇൽമു പഠിച്ചില്ലേ? ആ ഇൽമു പഠിച്ച ബറക്കത്ത് കൊണ്ട് ഇണ്ട് ലോകത്ത് സുബ്ഹാനല്ലാഹ് എത്ര ആൽമാര് കാണും ആ മഹാന്റെ കൊണ്ട് ബറക്കത്ത് കിട്ടിയോണ്ടുള്ളേ. ഇണ്ടിനാണ് മഗ്രിബ് നിസ്കരിച്ച, മഗ്രിബിൽ പിന്നത്തെ സുന്നത്ത് നിസ്കരിച്ച, ഐക്യമൊന്നിലുള്ള ഒളൂനാൻ എടുത്ത് അങ്ങനെ തുടങ്ങി ഒരു നാലാക്കട എന്തെല്ലാം നല്ല നല്ല ഇബാദാത്തുകൾ ഉണ്ടാ. അതിലെ 1% ക്രെഡിറ്റ് പോണ്ടത് മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുഗാൻ. അതിലപ്പുറം ഒരാളുണ്ട് മുഅ്മിനീങ്ങൾ. ആരാണത്? ആ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുയുടെ ഉമ്മയാണ്. ആ ഉമ്മക്കും ആ പ്രതിഫലം കിട്ടിയോണ്ടുണ്ട്. കാരണം ഈ മോന്റെ ഈ നിലയ്ക്ക് എത്തുപാട്ടൊക്കെ പ്രോത്സാഹം കൊടുത്തത് ആ ഉമ്മയാണ്. അതുകൊണ്ട് ബാപ്പമാരോട്ടനൊക്കെ പ്രത്യേകം ചൊല്ലുള്ളേ, മക്കങ്ങ നയിച്ച് തണ്ടാറ് അല്ല, നയിച്ച് തണ്ടില്ല. ജണ്ട് നയിപ്പട മക്ക ഇക്കിടാറ്. ഈ നെയ്ജ് തണ്ടത് നങ്ങ തിണ്ട അത് തീർത്ത. അതേ ടൈമിലു ആ മക്ക ഒരു തെറു നങ്ങ കാട്ടിക്കൊടുത്ത. ഈ സംഘടനകളുടെ പ്രവർത്തനത്തിലുള്ള തെറു ഈ മക്കളെ കൊണ്ട് എത്ര 1000 ആൽമാർ ഈ നല്ല തെറുക്ക് ഭണ്ഡാറ് ചൊല്ലുക സാധ്യമല്ല. അങ്ങനെ ആയില്ലേ മുഅ്മിനീങ്ങളെ? ഒരു കാലത്ത് ഈ പ്രസ്ഥാനത്ത് ആരാണുള്ളേ? ആരുമില്ല. ചില്ലറ ബെറലെണ്ണത്ര ആൾമാർ മാത്രാണുള്ള. ഉണ്ടോ? ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കുള്ള പ്രവർത്തകന്മാരുണ്ടായ. എങ്ങനത്തെ പ്രവർത്തകന്മാർ? ഒരു നാളുക്ക് 10,000 സ്വലാത്ത് ചൊല്ലിയ പ്രവർത്തകന്മാരുള്ള, ഒരു നാളുക്ക് 5,000 സ്വലാത്ത് ചൊല്ലിയ പ്രവർത്തകന്മാരുള്ള. സുബ്ഹാനല്ലാഹ്, ഏറ്റവും അഫ്ദലുൽ ആമാലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന് ഒരു മനുഷ്യന്റെ മനസ്സിന് സന്തോഷം വിട്ടുകൊടുക്കുന്നതാണ് ലോകത്ത് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. ആ പ്രവർത്തനങ്ങളിൽ SSF ആക്കിക്കൊണ്ടുള്ളേ, SYS ആക്കിക്കൊണ്ടുള്ളേ എത്ര പാവപ്പെട്ട പെൺമക്കളെ മങ്ങിൽത്ത് കാണി സംഘടന പ്രവർത്തകന്മാർ ഓടിക്കൊടുത്ത്. കേക്കട്ടെ, ഈ മങ്ങിൽത്തുക പൈസ കൂടെ ചില്ലറായിട്ട് കണ്ടാറ് ചില ആൾമാർ, സിമ്പിളായിട്ട് കണ്ടാറ്. പാവത്തെ പെണ്ണിടാൻ മങ്ങില പള്ളിയിൽ എപ്പോഴും കേൾക്കരുതല്ലേ? അത് മുഅ്മിനീങ്ങളെ, ഈ പാവത്തെ പെണ്ണിട മങ്ങിലെന്നെങ്കിൽ ആ മങ്ങിലത്തിലൂടെ ഉണ്ടായി പണ്ട് ചിലപ്പോ ആ മോൻ ഏറ്റവും വലിയ ആര്യമായി പോയെങ്കിലാ, ഏറ്റവും വലിയ വായുതായി പോയെങ്കിലാ, ഒരു വലിയായി പോയെങ്കിലാ, അതിലെല്ലാത്തെയും ക്രെഡിറ്റ് പണ്ട് കാലത്ത് ആ പെങ്ങളെ മങ്ങിൽത്ത് അല്ലെങ്കിൽ ആ ആണ്ട മങ്ങിൽത്തുക്ക് 5 റുപ്യ കൊടുത്തോ നിൽക്കുക, 10 റുപ്യ കൊടുത്തോ നിൽക്കുക. നമുക്കത് മറന്നിട്ടിക്കൂ. പക്ഷേ
പടച്ചിറപടം എന്നുള്ളത് ഓർമ്മ കൊണ്ടുണ്ടാണ്, റെക്കോർഡഡ് ആണ്. ഇതെത്ര വലിയ അമൽ വേറേതുണ്ട്? ഞങ്ങൾക്കൊരേ നയിച്ച കൊറേ നങ്ങമെത്തിന്റെ തീർത്ഥല്ലാണ്ട് അതിലൊന്നും പ്രയോജനമില്ലാണ്ട് അതേ ടൈമിൽ ഞങ്ങളെ കൊണ്ട് എത്ര ആൾമാർ തിണ്ടാറ്, ഞങ്ങളെ കൊണ്ട് എത്ര ആൾമാർ സന്തോഷിച്ചാർ. ഇതൊക്കെയാണ് കണക്കുള്ളേ. ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ, നീ കൊറേ നോമ്പ് നോക്കൂടെ നിസ്കരിക്കട, അത് വേണം വേണ്ടല്ല, ഫർളായത് എടുക്കണം. പക്ഷെ അതിക്ക് മാത്രം നീ സീമിതാവുക തീറ. നിന്റെ ഏറ്റവും വലിയ കണക്കങ്ങ വണ്ടേ, നിന്റെ റെക്കോർഡിങ്ങ കൂട്ടരെ, നിന്റെ മീസാന്റെ തക്കടിങ്ങ വാരം തൂങ്ങോടെ എപ്പാണ് ചെന്നെങ്കിൽ നിന്റെ കൊണ്ട് എത്ര ആൾമാർ സുഖിച്ചാറുള്ളതാണ്, നിന്റെ കൊണ്ട് എത്ര ആൾമാർ സന്തോഷപ്പെട്ടാറുണ്ട്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് ഐക്യവേനായിട്ട് ഓടിയേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാടെ ഖബറോടുള്ളേ എവിടുള്ളേ? ഉംറത്ത് പോയെങ്കില്ലേ? മക്കത്തെ ഒരു തെല്ലപ്പുറം പോയ ത്വായിഫിലാണുള്ളേ. ഹറമിന്റെ ഭൂമി പൊട്ടിട്ടാണ് മഹാന്മാർ പോയിടെ. ഞങ്ങളെല്ലാവരും കൊതിക്കിടന്നില്ല മദീനത്തിൽ മറിച്ചെങ്കിലാവന്ത്, മക്കത്തിൽ മറിച്ചെങ്കിലാവന്ത്. അവിടെ ഹറമിന്റെ ഭൂമിയിൽ നമുക്ക് കബർ കിട്ടാൻ തല്ലേ. സ്വഹാബത്ത് അവിടെ ഇന്നിട്ടാണ് പുറത്തേക്ക് പോണ്ടേ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാടെ ഖബറോടുള്ളേ ത്വായിഫിലാണ്. സൈനബ് ഉമ്മയുടെ ഖബറോടുള്ളേ മിസ്റിലാണ്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ഖബറോടുള്ളേ ഇറാഖിലാണ്, ആ ഭാഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാടെ ഖബറോടുള്ളേ ഏതോ ഒരു രാജ്യത്തിലാണ് അല്ലേ. അങ്ങനെ തുടങ്ങിയിട്ട് എത്ര സ്വഹാബത്തിലെ ഖബറുകളാണ് വേറെ രാജ്യത്തിലുള്ള, വേറെ വിദേശ രാഷ്ട്രത്തിലുള്ള. മദീനത്തിൽ മക്കത്തിൽ സ്വഹാബത്തിലെ ഖബർ എവിടെ കേട്ടെങ്കിൽ ചില്ലറ ഖബറുകമേ ഉള്ളേ. എന്റെ മദീനത്തെ മണ്ണിക്ക് ബഹുമാനില്ലേ? മദീനത്തെ മണ്ണിലടുത്ത് കടന്നാണ്ട് കണ്ടെങ്കിൽ അവനക്ക് തന്റെ ഷഫാഅത്ത് വാജിബായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പവറുള്ള മണ്ണിന്റെ പൊട്ട് പോയിട്ട് എന്ത് കൊണ്ടുണ്ട? എന്ത് മദീനത്തിൽ കിടന്നെങ്കിൽ മദീനത്തിൽ കിടന്ന കൂലി മാത്രമേ കിട്ടൂ. പക്ഷേ എണ്ടിത്തുക പോയി കിടന്നെങ്കിൽ 20 കോടി മുസ്ലിമീങ്ങളുടെ കൂലിയാണ് കിട്ടിയോണ്ടുള്ളേ. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഓർത്ത് ചെണ്ട അല്ലാത്തരെ 20 കോടി മുസ്ലിമീങ്ങളുടെ പ്രതിഫലം ആ മഹാനകാണ് എത്തിയോണ്ടുള്ളേ. മദീനത്തിൽ കിടന്നെങ്കിൽ മദീനത്തിൽ കിടന്നുള്ള കൂലി ഇതാണല്ല. ഇത്രയും മനുഷ്യന്മാരെ നബിതങ്ങൾ ഉമ്മത്താക്കട ചൊല്ലൊരു കൂലി ഉണ്ടല്ലേ, അത് ചെറിയതല്ല. ചൈനത്തിൽ ചൈനത്തിലുള്ള സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുയുടെ ഖബർ. സുബ്ഹാനല്ലാഹ്. യമനിലുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുയുടെ ഖബർ. ഒമാനിലുള്ള മാസിൻ ബിൻ ഖദൂബ റളിയല്ലാഹു അൻഹുയുടെ ഖബർ. മദീനത്തിൽ കിടക്കു തീരന്ത, മക്കത്ത് കിടക്കു തീരന്ത, കിടക്കു തീരണ്ടെന്തോ അല്ല. ഞങ്ങളെ റായാണ്, സ്വന്തം റായാണ്. ആ റായം പൊട്ടിട്ടാണ് അങ്ങ് പോണ്ടേ. എന്ത് നന്റെ പോലെയുള്ള ഇനിയും ലക്ഷക്കണക്കുള്ള കോടിക്കണക്കുള്ള മുഅ്മിനീങ്ങൾ ഉണ്ടാവണം. അങ്ങ് ഒരു വേള ഞാൻ നന്റെ റായത്തിലേക്കട നക്കൂടെമ സൗകര്യ നക്കൂടെമ സരി കട്ട അവിടെ ദച്ചിരെങ്കില എന്ത് എവിടെ SSF എവിടെ SOS എവിടെ KMJ എല്ലാ ചൂത്തന്മാരായിട്ട് കണ്ടണ. അള്ളാഹു ഞങ്ങളെ കാത്ത, അള്ളാഹു ഞങ്ങൾ ഈമാൻ തന്ന, ഞങ്ങളെ കാരണം കൊണ്ടാണ് അള്ളാഹു ഞങ്ങൾ ഈമാൻ തന്നെ. ഞങ്ങളെ പരമ്പര എടുത്ത് നോക്കണ അബ്ബടെ അബ്ബ അബ്ബടെ അബ്ബ മൂന്നാമത്തെ അബ്ബടെ പേരുടെ ആറ് കൊന്തുണ്ടു? ഇല്ല. നാലാമത്തെ അബ്ബടെ പേര് ആർക്കും കൊന്തില്ല. അഞ്ചാമത്തെ അബ്ബടെ പേര് പിന്നെ ബിൽക്കുൽ കൊന്തിക്കല. ഏതോ ഒരാൾമാരായിട്ടിക്കുക. അള്ളാഹു ഞങ്ങളെ കാത്ത. ആരെ കൊണ്ടാണ് കാത്ത? കാരണാരാണ് ഈ സ്വഹാബത്ത്. അതിൽ പിന്നെ പണിയെടുത്ത ഉലമാഅ്, അതിൽ പിന്നെ പണിയെടുത്ത പ്രവർത്തകന്മാരാണ്. ആ പ്രവർത്തകന്മാരെ ബറക്കത്ത് കൊണ്ടാണ് NDD നിലനിன்ற മുഅ്മിനീങ്ങളെ. ചോറും മീണ്ടകരിയുമാക്കിയിട്ട് കൂട്ടിയിട്ട് ഔദ്ദത്യ സാധക പ്രവർത്തനം നടക്കില്ല. പ്രവർത്തനം നടന്നില്ലെങ്കിൽ നോവ് നിസ്കാരം കൊന്തില്ല, നോമ്പ് കൊന്തില്ല. നിങ്ങൾ ധ്യാന ദൂരം പോകണ്ട. ഒരു 300 കിലോമീറ്റർ അപ്പുറം ശിവമൊഗ്ഗത്തപ്പുറം പോയെങ്കിലും അവിടെ തീന്ത അവിടെ കേട്ടിട്ട് ദീനില്ല. പേര് റസൂലുള്ളാന്റെ പേരുള്ളങ്ങുള്ളാറ്, ഗുലാമേ റസൂൽ ആണ് പേരുള്ളങ്ങുള്ളാറ്, ബാദുഷാന്റെ പേരുള്ളങ്ങുള്ളാറ്. ഔലിയാക്ക് പേര് കേട്ടെങ്കിൽ ചിലപ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലുവാറ്, സ്വലാത്ത് ചിലപ്പോൾ ചെന്ന് പോവാറ്. അവത്തുൽക്ക് പോയെങ്കിൽ എന്തിനുള്ളേ നല്ല ഫോട്ടോ വെച്ചിട്ട് ഊതുബത്തി കത്തിട്ട്. സുബ്ഹാനല്ലാഹ്. പ്രവർത്തനങ്ങൾ ഞങ്ങളെ മുന്നത്തെ ആൽമാർ നടത്തില്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ഗതിയും ഇതേ ആവന്തി. അതുകൊണ്ട് എൻ്റെ പാലക്കാർ മറട്ട നശല്ലുള്ളേ. ഇത് ചെറിയ വിഷയം എന്തോ അല്ല. ഈ സുന്നത്ത് ജമാഅത്തും ദീനും നിലനിൽക്കുന്നു കണ്ടെങ്കിൽ ഈ പ്രവർത്തന വാജിബാണ്, അനിവാര്യമാണ് ഞങ്ങളുടെ റായത്തിൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
ഇതൊക്കെ പ്രവർത്തിച്ചിട്ട് ഞങ്ങൾ മരിക്കാണ്ട് കണ്ടെങ്കിൽ ഉറപ്പാണ്. എൻ്റെ പിന്നെ കത്തി പിടിച്ചിട്ട് പിന്നെ തന്നെ പിടിച്ചിട്ട് ബില്ല് പിടിച്ചിട്ട് കുതിരയുടെ മേലെ പത്തിയാണ് പോയിട്ട് യുദ്ധാക്കട അവസ്ഥ എന്തും ഇല്ല. എൻ്റെ ഇതേ യുദ്ധം ഈ പ്രവർത്തനാക്കുമ്പോൾ പലരും ഞങ്ങളെ തമാശാക്കുക. അല്ലാഹുവിന്റെ ദീനിക ബേനായി പ്രവർത്തിക്കുമ്പോ സഹജമായിട്ടുള്ള തമാശങ്ങ കേൾക്കണായി ബറു, സഹജമായിട്ടുള്ള അപഹാസ്യങ്ങ കേൾക്കണായി ബറു, സഹജമായിട്ടുള്ള ആക്ഷേപങ്ങൾ കേൾക്കണായി ബറു. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ഉറപ്പിക്കപ്പെട്ട സംഗതിയാണ്, അത് വെറുതെയല്ല. പ്രവർത്തിക്കണ ആൽമാരികെ എതിർപ്പിക്കും മുഅ്മിനീങ്ങളെ. ഔത്തുൽഗതച്ചിട്ട് തോട്ടം നോക്കി നടക്കണോണ് ആക്ഷേപങ്ങയില്ല. എന്തേ കാരണം? അവന് മനുഷ്യരുടെ ബറലില്ല. ജനിച്ചിട്ട് മരണപ്പെട്ടു പോയ ചൊല്ലൊരു പേരല്ലാണ്ട് വേറെ ഒന്നും അവന്റെ ജീവിതത്തിൽ ചൊല്ലുകില്ല. അതാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഞാൻ ചൊന്നുകൊണ്ട് വന്നത്. ഞങ്ങളെ ഈ പ്രവർത്തനത്തെ തൊട്ട് ഇല്ലാണ്ടാക്കണത് മുടക്കണത് ഏതുകൊണ്ടുണ്ടാ? ദുനിയാവിടെ മോഹങ്ങാണ്. അത് പഠിപ്പുങ്ങായിട്ടിക്കു, ഫ്രണ്ട്ഷിപ്പുങ്ങായിട്ടിക്കു, കളിങ്ങായിട്ടിക്കു, പാർട്ടിങ്ങായിട്ടിക്കു, എന്തുമായിട്ടിക്കു മുഅ്മിനീങ്ങളെ. ദുനിയാവിടെ വ്യാമോഹങ്ങയില്ലേ, അത് ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഇല്ലാണ്ടാക്കിട്. അല്ലാഹുവിന്റെ ദീനുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചിട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅ്തദ് യുദ്ധത്തിൽ അതേ ജാഫർ റളിയല്ലാഹു അൻഹുടെ കൊല്ലപ്പെട്ടപ്പാ പിന്നെ ആ പതാക എടുത്തിട്ട് മുന്നിൽ പോനായി വന്നത് മഹാനാണ്. ആ മഹാനത പതാകയും പിടിച്ചിട്ട് അയാള് സുബ്ഹാനല്ലാഹ് ആ യുദ്ധത്തിക്ക് ബണ്ട മുന്നിലൊരു പിടിച്ചോറ് പോലും ഉണ്ണാത്ത മഹാനാണ്. പൈച്ചിട്ടാണ് യുദ്ധത്തിക്ക് ബണ്ടേ. പക്ഷേ പടച്ച റബ്ബുടെ ദീനുകുവേനായിട്ടുള്ള പോരാട്ടങ്ങളല്ലേ ഇത്. അവിടെ ചോറുണ്ണാത്തത് മഹാൻ നോക്കിയില്ല, പട്ടിണി നോക്കിയില്ല. ആ പതാകയും കയ്യിൽ പിടിച്ചിട്ട് മഹാനതാ യുദ്ധക്കളത്തിൽ ഇറങ്ങിയപ്പോ ഒരു ബാൽ അയാളുടെ കൈക്ക് തട്ടിപ്പോയിട്ട് ആ കൈക്ക് തട്ടിയപ്പോ അയാളെ ഒരു പെരളൊന്ന് പാറിപ്പോയിട്ട് വല്ലാത്ത നൊമ്പലമാണ്. ബരളുടെ ചത്തയാണ് പാറിപ്പോയേ. ആ മഹാൻ ബരളുടെയും നോക്കിയിട്ട് ഗർവത്തിൽ ചൊല്ല ഹൽ അന്തില്ല ഇസ്ബഇന്ദാമീതി വഫീ സബീലില്ലാഹി മാലഖീതി. ഓ ബരളേ, നീന് ചെറിയൊരു ബരള് മാത്രമാണ്, നീ ഒരു ചോരവെണ്ട ബരള് മാത്രമാണ്. ഈ പടച്ച റബ്ബുടെ മാർഗത്തിലുള്ള യുദ്ധമില്ലേ, ഈ യുദ്ധത്തിൽ നീനക്ക് നെവർ മൈൻഡാണ്, കെയർലെസ് ആണ്, നിന്റെ ഭഗ്യനാണ്, കെയറാക്കില്ല. സുബ്ഹാനല്ലാഹ്. മഹാൻ നേരെ മുന്നോട്ട് പോയിട്ട് മുന്നോട്ട് പോകുമ്പോ മനസ്സിൽ ഓരോ വിചാരങ്ങൾ ഇബ്ലീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക തുടങ്ങിയ. ഇബ്ലീസിന്റെ പണി അതുപോലത്തെ പണിയാണ്. ഒരു നല്ലതാക്കുക പോകുമ്പോ ഇബ്ലീസ് അവിടെ സുലഭത്തിൽ വിടില്ല. പല നല്ല തെറുങ്ങും നമ്മ വേറെ കാട്ടി തണ്ട. നിക്കെന്ത് അത് ചിന്തിച്ചുകൂടെ? നിക്കെന്ത് യുദ്ധ തൊട്ട് മാറിക്കൂടെ? അങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഇങ്ങനെ എതിർക പോകുമ്പോ മനസ്സിൽ ചിന്ത വന്നു പോയി. എന്തിനാണ്? ഒന്നാമത്തെ ചിന്ത ഔത്തുൽ കാത്തോണ്ടുള്ള സുരസുന്ദരിയായ എന്റെ പെഞ്ഞായി നിന്റെ ഔത്തുൽ കാത്തോണ്ടില്ല, എനിക്ക് പിറാന്തല്ല യുദ്ധത്തിന് നീ പോണ്ടത്. സുബ്ഹാനല്ലാഹ്. മഹാൻ അപ്പമേ മനസ്സിൽ ആ പെഞ്ഞായിക്ക് തൊലാ കൊടുത്തിട്ടുണ്ടാണ്. 3 തൊലാക്കും എന്നാണ് ചൊന്നേ. പെഞ്ഞായുടെ പേരിലാണ് ഈ ബാക്കടിച്ചോണ്ടുള്ളേ. പെഞ്ഞായിക്ക് 3 തൊലാക്കാണ്. ഇബ്ലീസ് പിന്നെയും വിട്ടുള്ള. ഈ മഹാനക്ക് വലിയ സ്വത്തുണ്ടോ, ആ സ്വത്തിനെ കാട്ടി കൊടുത്തിട്ടുണ്ടാണ്. നിക്ക് എത്ര വലിയ സ്വത്താണ് നിന്റെ റായത്തിലുള്ളേ, അതിനെ പറ്റി നീ സംരക്ഷണാക്കണ്ടേ, നീ പോവണ്ടേ? അപ്പമേ മഹാൻ മനസ്സിൽ കരുതി പോയിട്ട് നന്റെ സ്വത്തെല്ലാം ലില്ലാഹി വലി റസൂലിഹി, അല്ലാഹുടെ റസൂലുക്ക് ബേനായിനാണ് വിട്ടുവിട്ടെ. പിന്നെയും ശൈത്താൻ എതിർ പോകുവിടില്ല. അപ്പോഴാണ് ശൈത്താൻ ഇട്ട് തന്റെ നിക്ക് നല്ലൊരു അവണ്ടല്ലേ, പാലേസ് പോലത്തെ ഒരു അവണ്ടല്ലേ ജാഫറെ, എന്ത് കാണ അത് വിട്ടിട്ടും പോണ്ടേ. അപ്പോഴാണ് മഹാൻ ചൊല്ല നണ്ടാവ നാണ് പടച്ചുറപ്പ് കൊഫാക്കിയ. മനസ്സിൽ വേണ്ട സകല ആഗ്രഹത്തെയും മഹാൻ കത്തുകൊണ്ട് മൂർച്ചിട്ടുണ്ടാണ്. അത് മുറിച്ചിട്ട് അവർ പോക്കെതിറിഞ്ഞു. അങ്ങനെ യുദ്ധാക്കിയിട്ട് മരണപ്പെട്ട മഹാനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു.
ഇങ്ങനെല്ലാക്കും ഞങ്ങളെ കൊണ്ട് സാധ്യമില്ല. ഞാൻ ചൊല്ലി അറ്റ്ലീസ്റ്റ് ഒരു സംഘടന പ്രവർത്തനെങ്കിലും നോക്കുമ്പോഴുണ്ട്. ഇങ്ങനെ കാറുള്ള ഉണ്ട് പോയില്ല മൊയിലാര നിങ്ങളെ സ്വരം നോക്കൂ വന്ന കാറിൽ പോറും മൊയിലാറെ ഇങ്ങനെ സാധ്യമില്ല. സാധ്യത ഉള്ള വിഷയമാണെന്നാണ് ചൊല്ലുന്നത്. ഞങ്ങളെ രായത്തൊരു സംഘടന ബലിഷ്ഠാക്കും എന്തൊരു പേനായ തിങ്ങളൂർക്ക് മീറ്റിംഗ് കൂടാനായത്. ഈ കാരണം മീറ്റിംഗ് വെറുതെ നടക്കട, ചെയറുങ്ങ മീറ്റിംഗ് നടത്തറ, ടേബിളുങ്ങ മീറ്റിംഗ് നടത്തറ ഇല്ല. ഞങ്ങൾ വന്നു കൂടാൻ അപ്പം മീറ്റിംഗ് നടക്കടേ. തിങ്ങളൂർക്ക് നടത്തിയിട്ട് എന്തെല്ലാം റായത്ത് ദീനിയായിട്ട് സംസ്കാരാക്കടെ, മനുഷ്യരുടെ മനസ്സുകളെ നല്ലാക്കടെ സ്വരങ്ങന്തരുണ്ട്. ആ പ്ലാനിങ് നടത്താം. അയക്കാ റായത്തെ ഉസ്താദുമാരെ കൂട്ട ഞങ്ങളെ നേതൃത്വം എടുത്തോളാം. അങ്ങനെ പ്രവർത്തിക്കുമ്പോ ആ പ്രവർത്തനത്തിടൽ ഞങ്ങൾ മരിച്ചാണ്ട് കണ്ടെങ്കിൽ ഉറപ്പാണ് അള്ളാഹുടെ സ്വർഗം കിട്ടുകയുള്ളത് സംശയമില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തിട്ട് ഞങ്ങളെ മക്കൾ എന്തെല്ലാം ആയി പോകുത്തോറ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചൊല്ലു, സ്വഹാബത്ത് ആ വിഷയത്തിൽ വലിയ ബുദ്ധിവന്തന്മാരാണ് ചെന്നെങ്കിൽ ആഖിറത്തുക വേനായി പണിയെടുക്കുന്നതിൽ നമ്പർ 1 ആണ് സ്വഹാബത്ത്. എന്നിട്ട് മഹാൻ രണ്ടാമത്തെ സ്വഭാവം സ്വഹാബത്തിനെ ಬಗ್ಗೆ ചൊല്ല്. എന്തിനാണ് ആ സ്വഭാവം? ആക്കലു ത്വയ്യിബാ, നല്ലത് മാത്രം തിന്നയുടെ സ്വഭാവമാണ് സ്വഹാബത്ത്. ഇന്നേ നല്ലത് മാത്രം ചെന്നെങ്കിൽ എന്തിനു മുഅ്മിനീങ്ങളെ പക്ക ഹലാല് ചെന്ന് ഉറപ്പിന്നത് മാത്രമേ സ്വഹാബത്ത് തിന്നുവാറ്. അത് തിന്നാത്ത പ്രശ്നം കഴിഞ്ഞ് ലോകത്ത് നിറഞ്ഞു പോയിട്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങളെ മക്കങ്ങ നിസ്കരിക്കലില്ല. പടച്ചറബുടെ പേടി ഞങ്ങളെ മക്കളെ മനസ്സിൽ വരലില്ല. മക്ക നിസ്കരിക്കുന്നുണ്ട് കണ്ടെങ്കിൽ അതിലെ ബാലപാഠമായ സ്വന്തം മൗത്തുൽ നിസ്കാരം തുടങ്ങണ്ടേ. ആ നിസ്കാരം മൗത്തിൽ വേണ്ടതുപോലെ നടക്കില്ല. ആരാണിത് കുത്തരവാദി? മുഅ്മിനീങ്ങളെ നയിച്ചുക വന്നിട്ട് അബ്ബമ്മയാണ്, അബ്ബയാണ് ഈ കുത്തരവാദി. മൂത്തങ്ങമാരാണ് ഉത്തരവാദി. എന്തേ കാരണം? ഈ നയിച്ചുകൊമണ്ട സ്വത്തുകയില്ലേ മുഅ്മിനീങ്ങളെ, അത് പക്ക ഹലാലായതല്ല. ഹലാലില്ലാത്ത ഭക്ഷണം. അതെങ്ങനെ? ഒലിമ്പ കണ്ടു പുറത്തു പോയ 4 ഗണ്ട ആകുമ്പോ തിരിച്ചു വന്ന ഒലിമ്പ കണ്ടയുടെ 4 ഗണ്ടയുടെ സ്വർത്ത് കാണും. ഓർക്ക് ശമ്പളം കൊടുക്കൂടെ? ഇടയ്ക്കൊരു ചോറ് ഒരു ബ്രേക്ക് ഓക്കെ. പക്ഷേ ഓൻ അവിടെ പോയിട്ട് എത്ര സ്വരടുത്തലാണ് കേട്ടെങ്കിൽ 10 പോൺ 1 12 1 2 3 4 7 ഗണ്ടയിൽ ഓൻ സ്വരടുത്തല് കറക്റ്റ് 2 ഗണ്ട മാത്രമാണ്. ഓൻ ശമ്പളം എടുത്തിട്ട് 7 ഗണ്ടയുള്ള ശമ്പളമാണ്. ഈ ശമ്പള പക്ക ഹറാമായ ശമ്പളമാണ്. കച്ചവടാക്കട ആൾമാർ എത്ര ആൾമാരുള്ള ഗാഡി കച്ചവടങ്ങ, തർക്കാരി കച്ചവടങ്ങ. ഇടക്കിടുമ്പോൾ ഒരു കിലത്ത് 2 ചീഞ്ഞ ടൊമാറ്റോ കരുതി കൂട്ടിയിട്ട് കൊടുക്കൂടെ? ഇത് പാസ്സാവട്ടെ. നോട്ട് കൊടുക്കുമ്പോ വലിച്ചു 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 കൊടുക്കൂടെ? പറഞ്ഞത് ഇടൽ പാസ്സാവട്ടെ. പറഞ്ഞ നോട്ടുണ്ട് 500, 10 ഉറുപ്പെടുത്തു ഇക്കു പറഞ്ഞത്. യാറെ പറഞ്ഞിട്ട് ഇവിടെ 10 ഉറുപ്പെടുത്തു. ഇത് കുറെ കൈക്ക് പോയിട്ട് കിടല്ലേ ഇടൽ പാസ്സാക്കടേ 10 ഉറുപ്പ. എന്നിട്ട് ഓണുകി 10 ഉറുപ്പ ഒരു ലാഭാക്കിയുണ്ടാവും. ബൊമ്പ അവിടെ ആള് റേഷൻ കാർഡുകാരി എന്ത് ബൊമ്പമാരുള്ള APL അർഹനായവനോ BPL അർഹനാക്കിയുള്ളവൻ ഓനെ അർഹനാക്കിയുള്ള. ബാക്കി ടൈമിൽ ഓണ് പാവ ചൊല്ലുക മനസ്സില്ല. അവിടെ പാവ അവിടെ BPL കാർഡ്. എന്നിട്ട് ബൊമ്പ നാണ് BPL ആക്കിയാലാണ്. തിന്ന് ചന്ത തിന്നോ. മാനബത്ത മിനൽ ഹറാം ഫഹുവ ഔലാ ബിന്നാർ. നരകവുമായി ഏറ്റവും അർഹമുള്ള ശരീരമാണത്. പാവപ്പെട്ട ഉണ്ട് അർഹതയുള്ള ആരെങ്ങനെ തിണ്ടില്ലേ മുഅ്മിനേ? അർഹത നോക്കിയിട്ടാണ് സാധനം എടുക്കാനായത്. കാടിൽ അർഹത്തുണ്ട്. ഇത്ര സാധന ഔത്തുലില്ലെങ്കിൽ അവನು BPL അർഹനല്ല. ഇണ്ട് ആറൗത്തിലില്ലാത്ത എല്ലാരും ഔത്തുലുണ്ട് അല്ലേ? ഒരു ഗാഡി, ഒരു TV, ഒരു റെഫ്രിജറേറ്റർ. ഇത് ഇന്നോണു BPL അർഹനല്ല. APL എടുക്കാനുണ്ടാ ആണല്ലേ? അല്ലാത്തവന് BPL എടുക്കാനുണ്ടാണ്. ആറൗത്തിലില്ലാത്ത ഗാഡി ഇന്നോ ഉണ്ട് ഔത്തുള്ളൂ. BPL ആൾ പച്ചരി വന്നിട്ട് പോലെ വിത്തിട്ട് തിന്നടേ തിന്നോന്ന് പോലെ നിക്ക് പതിനെട്ടോടെ തിന്നു റെഡി വെച്ചറോടെ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. പണ്ട് കാലത്ത് ഉമ്മമാരുന്ന എങ്ങനത്തെ ഉമ്മമാർ ಗೊತ್ತುണ്ട? മാപ്പില ബർച്ച ശുദ്ധി കേട്ടുണ്ട് കണ്ടെങ്കിൽ കൊൽച്ചോണ്ടിന്ന് പെട്ടിടെ കൈ അങ്ങ് എടുത്താറുണ്ടാണ്. കൊൽച്ചോണ്ടിന്ന് പെട്ടിടെ കൈ എടുത്താറാണ്. എന്നിട്ട് ആ ഉമ്മമാർ ചെന്നോണ്ടിരുന്ന പലക്ക ഇതിൽ ഇന്നൊക്കെ അർഹതയില്ല. എന്തേ?
നന്റെ മാപ്പിള മറിച്ചിട്ടാവുമ്പോ മാപ്പിളയുടെ അബ്ബും മുഖം ഇതിൽ ഹക്ക് ബന്ത്, മാപ്പിളുടെ ഇനൊരു പെഞ്ഞയുടെ മക്കും ഇതിൽ ഹക്ക് ബന്ത്. ഇനി ഇത് രണ്ട് മക്കും നക്കും പക്ക ഹലാലായ പെട്ടല്ല ഇത്. അത്ര ജാഗ്രത. എണ്ടും അപമരിച്ചിട്ട് 10-15 വർഷമായിട്ട് സ്വത്തോതി വെക്കല്ലേ. വലിയ മൂത്തോൻ എല്ലാം ഉൾകിട്ടണ പ്ലാൻ. വലിയ മൂത്തോൻ അല്ല ചെറിയ ഉണ്ട കളി. ഒർത്ത സൈനഡ് കേക്കിടയില്ല, നക്ക് തരണം ഇത്ര അപ്പൊ മാത്രം സൈനിട്ട് ആ ഭൂമിയിലാക്കടെ കൃഷിങ്ങ ബസളുടെ തോട്ടങ്ങ ക്വാക്കങ്ങ ചന്ത കൃഷിയാക്കണു തിന്നണു മക്കും തിൻപാട്ടോ. മക്ക നല്ല മക്കങ്ങായിട്ട് ബണ്ടാറ്. 1 നമ്പർ ദജ്ജാലുമായിട്ടാണ് ആ മക്ക ബണ്ട്. കളവ് ചൊല്ല മക്കങ്ങായിട്ട് ഏറ്റവും ആ റായത്തിൽ ഫിത്നാക്കട മക്കങ്ങായിട്ട് ആ റായത്തെ സമ്പൂർണമായി ജണ്ടാക്കിട്ടിട്ട മക്കങ്ങായിട്ടാണ് ആ മക്കങ്ങ ബണ്ട്. പിന്നെ ഒരു നാല് അബ്ബമ്മയുടെ കൊമ്പോയിട്ട് വൃദ്ധാശ്രമത്ത് കിട്ട. ആരുടെ പാട്ടിയെ? അബ്ബമ്മയുടെ പാട്ടിയെ. ഹലാൽ കൊടുത്തിട്ടില്ലേ, ഹറാമാണ് തിൻ പാട്ടിരെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കാനായ 1000 വിഷയം കൊണ്ട് മുഅ്മിനീങ്ങളെ ചെറിയ വിഷയം എന്തോ അല്ല ഇത്. ഇതിൽ നല്ലോണം ശ്രദ്ധിക്കുക. എത്രമാ നല്ല ബാലക്കാരന്മാരുള്ള SSFയുടെ ബാലക്കാരന്മാർ കേട്ടതാണ് കണ്ട. വല്ലാത്ത ജാഗ്രത പാലിക്കട ആൽമാർ. ഏത് വിഷയാക്കുമ്പം ഇത് ഹലാല ഉസ്താദ് എന്നിട്ട് കേൾക്കട എത്രമാ മെസ്സേജ് ആക്കടെ ബാലക്കാരന്മാരുള്ള KCFയുടെ പ്രവർത്തകന്മാരുള്ള അല്ലാഹു കൂട്ടത്തിൽ പെടുത്തിട്ട്. ഏതും ഗൊന്താവനുണ്ട് കണ്ടെങ്കിലേക്ക് വരണ്ടേ, ഒന്ന് വന്നു കിട്ടണ്ടേ? വന്നു കിട്ടില്ലല്ലോ, സദസ് വന്നു കിട്ടില്ല, നാണില്ല. ഔ പോ മണ്ണിട്ട് പോണ്ട ലാസ്റ്റ്. അതുക്കുള്ള വേദിങ്ങാണ് സംഘടന. സുഹാബത്ര ഗുണമാണ് വാക്കലു ത്വയ്യിബാ, നല്ലത് മാത്രം തിന്നുവാറ്, 100 ഹലാലായത് മാത്രം തിന്നുവാറ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരടിമ കുട്ടിയും തൊരടിമയുന്ന അടിമ നാള് സാധാരണ നയിച്ചു കൊമതാണ്. അടിമ നയിച്ചു കൊമന്നത് സയ്യിദ് കണ്ടാണ് ഹുക്കുമുള്ളേ. ആ ഹുക്കുമ പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമ നയിച്ചതെല്ലാം അവന്റെ ശമ്പള മുഖേനം കിട്ടതെല്ലാം ആഹാരമായി മഹാൻ തിണ്ടോണ്ടിന്ത്. ഒരു നാള് ആ അടിമ വലിയൊരു കെട്ടുക വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ മുന്നൊരു വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ തിണ്ടിത്ത്. തിണ്ടിൽ പിന്നെയാണ് ആ അടിമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേക്കട തദറൂന മഹാദാ അതദ്രി മഹാദാ. അബൂബക്കർ സിദ്ദീഖേ, നിങ്ങ തിണ്ടാറല്ലേ ഇത്, എന്തിനേണ്ടി നിങ്ങൾ കൊന്തുണ്ടാ? മഹാൻ ചന്തു, നീ സാധാരണ നയിച്ചു കൊമണ്ടതല്ലേ ഇത്. അപ്പോഴാണ് അടിമ ചൊല്ല, അല്ല അല്ല, നാണ് പണ്ട് കാലത്ത് ജാഹിലിയ കാലത്തിനൊരു സ്വഭാവം എന്തി. നാണ് ജോത്സ്യ പണിയെടുത്തോണ്ടിന്ന്, ജോത്സ്യം പണിയെടുത്തിട്ട് പൈസ ആക്കിയോണ്ടിന്ന്. ആ പൈസ കിട്ടി കിട്ടിയതാണിത്. ആ പൈസത്തിലാണ് ഈ സാധനം കൊമന്നിട്ട് നാനൂടെ വെച്ചിരേ. അബൂബക്കർ സിദ്ദീഖ് പടച്ചു പോയിട്ട് മഹാ തൊണ്ടകിണ കൈയിട്ട് കാറകു തുടങ്ങി തിന്നിട്ട് ചൊല്ലുമാൻ, വല്ലാഹി ലൗലം തഖ്റുജു ഇല്ലാ മാ നഫ്സി ലഖറജ്തുഹാ. തൊണ്ടക കൈയിട്ടിട്ട് ഒരു വേള ആ നണ്ട ബൈത്തുൽക പോയ ഹറാമായത് പുറത്ത് വന്നിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ, ഒരു വേള കൈയിട്ടിട്ട് നണ്ട ജീമ മാത്ത് പോണ്ടുകൊണ്ട് കണ്ടെങ്കിൽ, അങ്ങനെ പോയെങ്കിൽ അത് പുറത്ത് വരൂണ്ടിന്നെങ്കിൽ നണ്ട ജീമ പോലും നാണ് പോകിയിട്ട് അതിനാണ് പുറത്ത് വറുപ്പാട്ടന്ത. ഒരു പിടി ഭക്ഷണം ഗൊന്തില്ലാണ്ട് പോയിട്ടുണ്ട് കണ്ടെങ്കിൽ സ്വഹാബത്തിന്റെ ഗുണമാണ് മുഅ്മിനീങ്ങളെ. കഴിഞ്ഞുപോയ മഹാന്മാരെ ചരിത്രത്തിൽ നോക്കുക. ഹൗസുല്ലാദമേതെങ്ങനെ അങ്ങനെ ആവരണ ചൊല്ലല്ല. ഹൗസുല്ലാ പോയി ആർക്കാവില്ലേ? അങ്ങനെ ആയതെങ്ങനെ? ഉമ്മ ചെറിയതിലെ ബാലപാട്ടം കൊടുത്തു. കളവ് ചൊല്ല കുതീറ കക്കു കുന്തീറ നിക്ക് സംബന്ധപ്പെടാത്തത് നീ എടുക്കു കുതീറാണ്ടാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബ മരണപ്പെട്ടപ്പോ ധാരാളം സ്വത്ത് മോനുകുബനായിട്ട് ഹലാലായത് ബാക്കി വെച്ച് പോയിട്ടാണ്. എന്ത് മോനുകിന് ഹറാമുടെ ಬಗ್ಗೆ ചിന്തിക്കുന്ന അവസരം ഉണ്ടാവുകയാണ്. ആണ് ഹലാല് മാത്രം തിണ്ട് വലിയ മഹാനാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ കൊണ്ടാണ് ലോകം വേണ്ടി കിതാബ് ഓതിയിട്ടുള്ളേ സ്വഹീഹുൽ ബുഖാരി. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹലാല് മാത്രം തിണ്ട് വലിയ മഹാനാണ്.
ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു ഗസാലി ഇമാമുടെ ഉസ്താദാണ്. ആ മഹാന്റെ സ്വഭാവം എങ്ങനെ? ആ മഹാൻ ഈ ലോകം കണ്ട രണ്ട് ഹറമുടെ ഇമാമാണത്. ഗസാലി ഇമാമുടെ ഉസ്താദാണത്. ആ മഹാൻ അത്രയും വലിയ പദവികത്തുള്ള കാരണമെന്തരേ കൊന്തുണ്ട മുഅ്മിനീങ്ങളെ, ആ മഹാന്റെ ജനനമായപ്പോ സ്വന്തം ബാപ്പ പ്രതിജ്ഞയാക്കിയിട്ട് നണ്ട ഈ മോണു ബെൽഞ്ഞിട്ട് ബലിയ അവിടെ തോലും ഒരു ഹറാമായ ഒന്നും നാണ് കൊടുക്കല, പക്കാ 100 ഹലാലായത് മാത്രമേ നാണ് കൊടുക്കുവേ. ഈ പ്രതിജ്ഞാക്കിട്ട് ഒരു നാലും വിടാണ്ട് ഇനൊരാളെ ഒരു ഭക്ഷണത്തും കൈയിടാത്തത് പോലെ ആക്കിയിട്ട് സ്വന്തം ബാപ്പ 100 അധ്വാനിച്ച് കൊമന്നു കൊടുത്ത ഭക്ഷണാണ് ആ മഹാൻ തിണ്ട് ബെൽഞ്ഞരെ. അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായി ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. അവർക്ക് പകരമുണ്ട് ആറുള്ള, തുല്യായിട്ട് ആറുള്ള. ഇതേപോലെയാണ് ഞങ്ങളെ മഹാന്മാർ. മാനുസാർ ചരിത്രം എടുത്ത് നോക്കൂ. ചെറിയ പ്രായത്തിൽ സ്വന്തം ഉമ്മ സ്വന്തം അറിഞ്ഞാണം പണയം വെച്ചിട്ടാണ് മോണ്ടെ പഠിക്കോ കൊടുത്തത്. ഇനൊരാളെ ആശ്രയിക്കണ്ട. അത് ഹലാല ഹറാമനോ കൊന്നില്ല. സുൽത്താനുലമാടെ ചരിത്രം എടുത്ത് നോക്കൂ. പേരോട് ഉസ്താദിന്റെ ചരിത്രം എടുത്ത് നോക്കൂ. അബ്ബ ഹാജിയാരാണ്. ഭയങ്കര സൂക്ഷ്മമായി ജീവിക്കുന്ന മഹാനാണ് അയാൾ. സുൽത്താനുലമാടെ ബാപ്പമ്മയുടെ ചരിത്രം അങ്ങനെയാണ്. നല്ല സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ബാപ്പമ്മയുടെ മക്കങ്ങ അങ്ങ് ദീന്റെ ഹാദിമീങ്ങായിട്ട് വളർന്നു വണ്ടാറ് മുഅ്മിനീങ്ങൾ. ആ തലമുറയിൽ ഒരു ആലിം ഖണ്ഡിതമായിട്ടും ഉണ്ടാവില്ല. അള്ളാഹു ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തിട്ട് നല്ല ശ്രദ്ധ നമുക്ക് വേണം ആ വിഷയത്തിൽ. സ്വഹാബത്തിലുള്ള ഗുണമാണത്. ഞാൻ നീട്ടില്ല മുഅ്മിനീങ്ങളെ. ആ സ്വഹാബത്തിലെ ഇനൊരു ഗുണമാണ് ദുനിയാവുടെ വിഷയത്തിൽ അങ്ങ് വെപ്രാളപ്പെടാത്ത ആൽമാരാണ്. ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചൊല്ലും, ദുനിയാവുടെ വിഷയത്തിൽ വെപ്രാളമില്ല. സ്വന്തം പ്രായംപുടനായി ബന്ധു, സ്വന്തം പെഞ്ഞായി മക്കളെ ത്യജിക്കുവാനായി ബന്ധു. വല്ലദീന ഹാജറൂ ഫില്ലാഹി മിൻ ബഅദി മാ ദുലിമൂ, വല്ലാത്ത അക്രമങ്ങൾ നേരിടാനായി ബന്ധു. സ്വന്തം പ്രായത്തെ എല്ലാവരും എതിരിടാനായി ബന്ധു. ലനുബവ്വിയന്നഹും ഫിദ്ദുന്യാ ഹസനാ, അല്ലാഹ് കൈവിടില്ല. ദുനിയാവിലങ്ങു വല്ലാത്ത പ്രതിഫലം റെഡിയാക്കി വെച്ച. വലഅജ്റുൽ ആഖിറതി അക്ബറു ലൗ കാനൂ യഅലമൂൻ, ആഖിറത്ത് ഏറ്റവും വലിയ പ്രതിഫലം പടച്ചറപ്പോ കൊടുത്ത മുഅ്മിനീങ്ങളെ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ദീനിക്ക് പ്രശ്നമുണ്ട് കൊന്തായിട്ടാവുമ്പോ റായം വിട്ടുപോയില്ലേ മുഅ്മിനീങ്ങളെ? എത്ര ആൽമാരാണ് പോയെ? ഇസ്ലാമിന്റെ തുടക്കകാലത്തിൽ നമുക്ക് ഇവിടെ ചെയ്ച്ചെങ്കിൽ ദീനിക്ക് തുടക്കത്തെ പ്രശ്നമുണ്ട്, ദീനുമായി ജീവിക്കുക സാധ്യമല്ല. ചൊല്ല് നീ അതേ വിഷയം വർത്തമാനം ഉണ്ടായപ്പോ, സന്നിവേശം ഉണ്ടായപ്പോ ആദ്യമായി പോയ എമ്പാൽമാരില്ലേ മുഅ്മിനീങ്ങളെ? മക്ക പൊട്ടിട്ട് എവിടെ കാണങ്ങ പോണ്ടേ? ഹബശ ചൊല്ല് ആഫ്രിക്കത്തെ റായത്തുകാണ്. അണ്ട് ആ കൂട്ടത്തിലുള്ള മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ കൂടെ സ്വന്തം ഭാര്യയായ നബി തങ്ങളെ മോളായ റുഖയ്യ റളിയല്ലാഹു അൻഹാ കൂടെയുണ്ട്. മക്കത്തെ ആദ്യമായി സ്വന്തം ദീന്റെ രക്ഷപ്പെടുകയായിട്ട്, സ്വന്തം ദീനുമായി രക്ഷപ്പെടുകയായിട്ട് ഹബശത്ത് യാത്ര പോയ മഹാന്മാരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നില്ലേ, ദീനിക്ക് കുറവുണ്ട് കാര്യങ്ങൾ ഉണ്ടാവുമ്പോ ആ റായത്തിൽ എന്റെ ഈമാൻ രക്ഷപ്പെടില്ല, ആ സംഘടനയിലെ ഈമാൻ രക്ഷപ്പെടില്ല, ആ പരിസരത്തിൽ നിന്നൊക്കെ ഈമാനോട് കൂടെ ചെയ്യിക്കുക സാധ്യമല്ല. ചൊല്ല് സന്നിവേശം ചുറ്റുപാടുണ്ടായപ്പ ദീന്റെ സംരക്ഷണക്ക് വേനായിട്ട് ഒരാള് മൻ ഫർറ ബിദീനിഹി, ദീനുമായി ഒരാൾ ഓടിയാണ്ട് കണ്ടെങ്കിൽ മിൻ അർദിൻ ഇലാ അർദ്, ഒരു ഭൂമിയുടെ തൊട്ട് ഇനൊരു ഭൂമിയാണ് ഓടിപ്പോയാണ്ട് കണ്ടെങ്കിൽ വൈൻകാന മിശ്ബറം മിനൽ അർദി, പോയത് 1 ഇഞ്ച് അകലമായിട്ടിക്കൂ ഇസ്തൗജബ ലഹുൽ ജന്നാ, അവനുക്ക് സ്വർഗം നിർബന്ധമായി പോയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ,
ഞങ്ങളെ റായത്തിൽ പടച്ച റബ്ബു നല്ല ദീന്റെ സന്നിവേശങ്ങൾ തന്നില്ലേ, നല്ല പള്ളിങ്ങ പടച്ച റബ്ബു തന്നില്ലേ, ഞങ്ങൾക്ക് സംഘടന ഉണ്ടാകുള്ള അവകാശം പടച്ച റബ്ബു തന്നില്ലേ, നല്ലങ്ങളുമായി കൂടെയുള്ള അവസരം തന്നില്ലേ. സ്വഹാബത്ത് അവസരങ്ങൾ ഇല്ലാണ്ട് പോലും സ്വന്തം പ്രായം ത്യജിച്ചു പോയില്ലേ. അതുപോലെ ഒരു ഗതികേട് നിങ്ങൾ വന്നില്ലല്ലേ. വല്ലാത്ത നിഅമത്ത് പടച്ച റബ്ബ് തന്നില്ലേ. ഈ നിഅമത്തെല്ലാം ആസ്വദിക്കടലി, ആ നിഅമത്തിനെല്ലാം അനുഭവിക്കടലി പടച്ച റബ്ബ് ഞങ്ങൾ നന്ദി കെട്ട ആൽമാരായി തീർന്നില്ലേ. അല്ലാഹു ഞങ്ങളുടെ ചാലൊരു പള്ളി തന്നപ്പാ ആ പള്ളിക്ക് പോകും ആളില്ല. അല്ലാഹു ആരോഗ്യം തന്നപ്പാ ആരോഗ്യം കൊണ്ട് സുജൂദ് യാറാക്കട പാലക്കാറുമാരില്ല. പടച്ച റബ്ബു നല്ല സൗണ്ടും നാവും തന്നപ്പാ ഖുർആൻ ഓതുള്ള ആൽമാരില്ല. ജമാഅത്തുക്ക് പോകും മനസ്സ് കാട്ടെ പാലക്കാറുമാരില്ല. ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് എത്ര വലിയ മഹാനാണ്. ഒരു ജമാഅത്താണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടേ. ആ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മഹാൻ ചൊല്ലു അണ്ട് നന്റെ കണ്ണോക്കുക വന്നത്, നന്റെ സാന്ത്വനപ്പെടുത്തുക വന്നത്, നക്കായ വല്ലാത്ത ബേജാറുക സമാധാനം ചെന്ന് ചൊല്ലുക വന്നത് അബൂ ജഅഫറിൽ ബുഖാരി റളിയല്ലാഹു അൻഹു മാത്രമാണ്. ആ മഹാൻ നണ്ടൊട്ടിക വന്നിട്ട് സമാധാനം ചൊന്തു. ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ഇത്രയും ബേജാറാവണ്ട. നന്റെ സമാധാനാക്കുക വന്ന മഹാൻ ഒരാള് മാത്രമാണ്. ഒരു വേള മക്ക മാത്രം നഷ്ടപ്പെട്ടിട്ടിന്നെങ്കിലാ, നണ്ട ഒരു മോണ് മരണപ്പെട്ടിട്ടിന്നെങ്കിലാ, 10,000-ത്തിലധികം ആൽമാറ് വന്നിട്ട് നന്റെ കണ്ണോക്ക് നോക്കിരന്താറി, നക്ക് സമാധാനം ചൊന്നുരന്താറി. എന്തൊരു ദുരന്തമാണ് ഇത് ചെന്നിട്ട് മഹാൻ ചൊല്ലു. ദുനിയാവിടെ മുസീബത്തിനെ ബലിയായി കണ്ട ആൽമാർ ആഖിറത്തെ മുസീബത്തിനെ മറന്നു പോയാറ്, അതിനെ ചെറുതായി കണ്ടാറ്. ഒരു ജമാഅത്തിനെ ಬಗ್ಗೆ ಹೋಗಿದ್ದ ശ്രദ്ധ ചെന്നിട്ടില്ല. ഒരു ജമാഅത്തിനെ നഷ്ടപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തോട്ടത്തിക്ക് തന്നെ അടച്ചിട്ട് പുറത്തു പറയുമ്പോ സ്വഹാബത്തുകൾ പള്ളിഞ്ഞ് പുറത്തു വേണ്ടത് കണ്ടോണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലുണ്ട്. ഞങ്ങൾ പോയുള്ളേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അപമർച്ചിത്തിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അപ്പല്ലേ സ്വഹാബത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ല ജാഗാണ് ജമാഅത്ത് നഷ്ടപ്പെട്ട ജാഗ. അപ്പമേ ഉറച്ച തീരുമാനം. ആ തന്നി അടിച്ച് വന്ന് തോട്ടില്ല, ആ തോട്ടം കാരണം കൊണ്ടാണ് ജമാഅത്തിനൊക്കെ നഷ്ടപ്പെട്ടെ. ഈ റായത്തിലുള്ള മിസ്കീനുമാകുന്ന ആ തോട്ടത്ത് വഖഫാക്കിയാണ് ചെന്നിട്ട് അവിടെ വഖഫാക്കിയിട്ടുണ്ടാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇന്നൊരു മഹാൻ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു ഒരു നാളുടെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു, ഇശാ ജമാഅത്ത്. മഹാൻ അണ്ട് ജാവുക പൂർത്തി നടന്നിട്ടുണ്ടാണ്. എവിടെയെങ്കിലും ജമാഅത്ത് കിട്ടുക, ഏതെങ്കിലും പള്ളിയിൽ ബാക്കിയുള്ള ജമാഅത്താവുന്നുണ്ട്. പണ്ടല്ലേ ഗാഡി എന്തുണ്ട നടന്ന് ഓരോ പള്ളി എത്തിപ്പെടുമ്പോ ഇല്ല എല്ലാ മൊത്തം ജമാഅത്ത് തീർന്നിട്ടേട്. മഹാൻ തീരുമാനാക്കിയിട്ട് ഒരു ജമാഅത്ത് 27 നിസ്കരിച്ച കൂലിയല്ലേ, 27 നിസ്കരിച്ചിട്ടുണ്ടാണ്. 27 ഇശാ നിസ്കരിച്ചിട്ട് ഉറങ്ങിട്ടാകുമ്പോ കിനാൽ വന്നിട്ട് ഒരാൾ ചൊല്ലു 27 നിസ്കരിച്ച് ശരി മലക്കുരൊട്ടിക്കുള്ള ആമീനെ കിട്ടിയിട്ടില്ല. അതെപ്പം കിട്ടേ അത് ഇമാം ആമീൻ ചൊല്ലുമ്പോ നീനും ആമീൻ ചൊല്ലണം, അപ്പോഴാണ് മലക്കുടെ ആമീൻ കിട്ടേണ്ട അല്ലേ. അങ്ങനെ പഠിച്ചത് ഇമാം ആമീൻ ചൊല്ലുമ്പോ ഞങ്ങൾ ആമീൻ അല്ലെ, അപ്പല്ല മലക്കുകൾ ആമീൻ കിട്ടേ. ആ ആമീൻ എനിക്ക് നഷ്ടപ്പെട്ടു. 27 നിസ്കരിച്ചെങ്കിൽ അത് കിട്ടിയിട്ടില്ല. ഞങ്ങ നാളെ സുബഹി നിസ്കാരമൊക്കെ അല്ലാഹു നല്ല നിഅമത്തുകൾ തന്ന ഒരു പെൺമക്കളെ തന്നിട്ട് അതൊരു മങ്ങിലാക്കുള്ള ആവത് അല്ലാഹു തന്ന അല്ലെ. ഒരു മുസ്ലിമായ ഒരു പെണ്ണിടെ തന്ന, എന്നിട്ട് അതിന് മുസ്ലിമായ ഒരു ആണുക്ക് മങ്ങിലാക്കുള്ള തൗഫീഖ് അല്ലാഹു തന്ന. ഞങ്ങളൊരു അവസ്ഥ ചൊല്ലി ഞങ്ങൾ കിട്ടിയ നിയമത്തിൽ കഴിഞ്ഞോണ്ടുള്ളതാണ്. സ്വഹാബത്തിന് കിട്ടിയ നിയമത്തെ രക്ഷപ്പെടുത്തുക ഓടിയോണ്ടുള്ളേ, അതിനെ പിടിച്ചോണ്ട് ഈ തപ്പി രണ്ടാണ്. ഇല്ലെങ്കിൽ വിട്ടില്ല, ചോറും കൊടുക്കില്ല തന്നെയും കൊടുക്കില്ല മക്കത്തെ മുശ്രിക്കീങ്ങ. മാത്രല്ല മറുത്ത് കെട്ടി വെച്ചിട്ട് മറുഭൂമിയിൽ കിടത്തിട്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പോൽ താൽമാരെ മറുഭൂമിയിൽ കിടത്തിട്ട് ബണ്ട കല്ലാണ് മഹാന്റെ നെഞ്ഞിന് മേൽ വെച്ചോണ്ടിരുന്നുണ്ട്. ആ ചൂട് എന്നിട്ട് മഹാൻ ഇങ്ങനെ പെടച്ചോണ്ടിരുന്നുണ്ടാണ്. പെടക്കിടക്കാൻ മഹാൻ ചൊല്ലേ അഹദ് അഹദ് അഹദ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ട് പുൽപുട്ട രംഗമാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ രംഗം. നബി തങ്ങളെ ബേജാറ് കണ്ടിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹയുടെ അബൂജഹലിന്റെ കൈയുടെ പർച്ചേസ് ആക്കട്ടെ. ബിലാൽ ഇബ്നു റബാഹയുടെ അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആതഖ സയ്യിദുനാ സയ്യിദനാ, ഞങ്ങളെ നേതാവായ ബിലാൽ ഇബ്നു റബാഹയുടെ ഞങ്ങളെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചിട്ട്. സ്വഹാബത്ത് കഷ്ട ദീനികബേനായിട്ട് വന്ന കഷ്ടം അങ്ങനെ കാൽഡടിക്ക് എല്ലാം അള്ളാഹു തന്നിട്ട്, അള്ളാഹു നല്ലൊരു മോൾഡ് തന്നിട്ട്, നല്ലൊരു ചെറുക്കടം പുതിയാമ്പലായിട്ട് തന്നിട്ട്, 2 മുഅ്മിനീങ്ങളെയും ആക്കിയിട്ട്, എല്ലാ സൗകര്യങ്ങളും അള്ളാഹു താല തന്നിട്ട്, മങ്ങിൽ തണ്ട് ജാവുകു നല്ല DJ പാർട്ടി, അല്ലെങ്കിൽ മങ്ങിലത്തെ 5 നാലും 1 6 നാലും 1 ഇസ്രാഫോടെയുള്ള ഇസ്രാഫോടെ കളിങ്ങൾ നടന്നു. അള്ളാഹു താല നിഅമത്ത് തന്നപ്പോ ഇങ്ങനെ മോലുകു സട്ടാവാണ്ട ഓൻ പോവാത്ത തർക്കങ്ങയില്ല, ഓൻ പോവാത്ത അവങ്ങയില്ല, പോവാത്ത പള്ളിങ്ങയില്ല, ദ്വാർ പാടാത്ത തങ്ങമാരില്ല, ഉസ്താദുമാരില്ല. സട്ടായിട്ടല്ല ആയൽ പിന്നമാ സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബുക ഏറ്റവും അർസം പണ്ട് സ്വരമല്ലേ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. മങ്ങിൽ തൗത്തുലതേ എവിടെല്ലാം കാടി പേടിക്കുമെന്ന് പൈസ കൊണ്ടിട്ടു അവനതാ 10 ജ്യൂസ് വെള്ളം പോകുന്നുണ്ടാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടതേ മങ്ങിലത്തെ 3 4 4 4 3 കൊണ്ടൗത്തിൽ തുടങ്ങി ഇസ്രാഫുടെ സ്വറങ്ങ അല്ല പൊരുത്തപ്പെടാത്ത പല സ്വറങ്ങം നടത്തിയ. എന്നിട്ടാണ് മങ്ങിലം നടത്തരേ. അല്ല പൊരുത്തപ്പെടാത്ത ഈ സ്വറവുമാക്കിയിട്ട് നടക്കടെ മങ്ങിലങ്ങയില്ലേ. ആ മങ്ങിൽ തണ്ട് മാപ്പിള അതേ പെഞ്ഞായി ആ മോളുകില്ലേ, ആ മോളുക ളുഹ്റു നിസ്കാരമില്ല, ആ മാപ്പിളകും ളുഹ്റു നിസ്കാരമില്ല, അണ്ട അസറുകും ളുഹ്റു നിസ്കാരമില്ല. സുബ്ഹാനല്ലാഹ്. അസർ നിസ്കാരവുമില്ല. ളുഹുറും അസറും ഖളാക്കിട്ടുള്ള നിസ്കാരങ്ങ അതേ മൈലാഞ്ചി പോണ്ട് ചൊല്ല പേടിയാണ്, മുഖത്തുക മെത്തിയ മേക്കപ്പ് പോണ്ട് ചൊല്ല പേടിയാണ്. ക്ഷണികമായ സുഖത്തുക ബേനായി അനന്തമായ ആക്രം കളയുടെ പുതിയ പെണ്ണില്ലേ, പുതിയ ആമ്പുലയില്ലേ, അതുക്ക് കൂടെ നിക്കടെ മാമിമാരില്ലേ, ഉമ്മമാരില്ലേ, അബ്ബമാരില്ലേ. പടച്ച റബ്ബുടെ അദാബ് വല്ലാത്ത അദാബാൻ. ദീനുമായി സംരക്ഷിക്കുക ഏതെല്ലാം നിലക്ക് സാധിക്കടാ മുഅ്മിനീങ്ങളെ, അവിടെയെല്ലാം ദീനുമായി ഞങ്ങൾ ഓടിപ്പോകുള്ള സലാഹത്തെ കാര്യങ്ങൾ നടത്തുന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഒരു മങ്ങിൽത്ത് ഇങ്ങനെ കടന്നു വരുമ്പോ ആ മങ്ങിൽത്തെ ജാളുടെ തിരിഞ്ഞു പോയി. മങ്ങിൽത്തെ ജാളുടെ തിരിഞ്ഞു പോയതിന്റെ കാരണം കേട്ടാറ് മഹാജന്തു. ആ മങ്ങിൽത്തെ ഒത്തിൽ നിന്നാണ് ഇസ്രാഫ് കണ്ട. ഏത് ഇസ്രാഫാണ്? സാധാരണ ഒരു സുർമ കുപ്പിലല്ലേ സുർമ ഇട്ട് വെക്കടേ. നോക്കുമ്പോ ആ മങ്ങിൽത്തെ ഒത്തിൽ വെച്ച സുർമയില്ലേ, അത് വെള്ളിയുടെ ബോട്ടലാണ് വെച്ചിട്ടുള്ളേ. വെള്ളിയുടെ ബോട്ടലിൽ സുർമ വെക്കടതിരെ വിധി എന്തിരേ, അതിരകത്യത്തെ എന്തിരേ. അവിടെ ആ നടക്കട ഇസ്രാഫുക നാണുമാത്തു ഭാഗിയായാണ്ട് കണ്ടെങ്കിൽ പടച്ചറപ്പ് പൊരുത്തപ്പെടാത്ത ആൽമാരിൽ ഞാൻ പെട്ടുപോവേ. ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ റായത്തിൽ നടക്കടെ, ഞങ്ങളെ ഔത്തിൽ നടക്കടെ ഓരോ പ്രോഗ്രാംസ് ഇല്ലേ, പടച്ചറപ്പ് പൊരുത്തപ്പെട്ടതുപോലെ നോക്കുള്ള ജോബ്ദാരി ഞങ്ങൾക്കുണ്ട് മുഅ്മിനീങ്ങളെ. സ്വഹാബത്തുങ്ങ സ്വന്തം പ്രായം പൊട്ടിട്ടു പണ്ട് കാലത്ത് ആഫ്രിക്കത്തൊരു മൂലയായ ഹബശത്തുക്ക് പോണോണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ഈമാൻ എത്രയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് റോമുടെ വന്ന സ്വഹാബത്തല്ലേ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ് മുഅ്മിനീങ്ങളെ. മക്കത്തേക്ക് വന്നിട്ട് ബിസിനസ് ആക്കിയിട്ട് വല്ലാത്ത ലാഭം മഹാനക്ക് കിട്ടിപ്പോയി. ആ ലാഭം കിട്ടിയാൽ പിന്നെ അതേ മുസ്ലിമീങ്ങളെല്ലാരും മക്കം പൊട്ടിട്ട് മദീനത്തേക്ക് പോവാനായി വന്തി. അത് ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുകയായിട്ടാണ്. നബിതങ്ങളും സ്വഹാബത്തില്ലാത്ത മക്കത്തിൽ ഇനി നാണീ സമ്പത്തുമായിട്ട് എങ്ങനെയാണ് നിക്കടേ. സുഹൈബ് റൂമി റളിയല്ലാഹുവിന്റെ മനസ്സ് കേട്ടില്ല. മഹാനദാ
ഈ ബിസിനസ് എല്ലാം മുട്ടിട്ട് മദീനത്തേക്ക് പോകും ഭർത്തായി നിൽക്കുമ്പോ ഇടൽ വെച്ചിട്ട് മക്കത്തെ മുശ്രിക്കീങ്ങ തടഞ്ഞാറ് അങ്ങ് കേട്ടാറ് ജിത്തനാ ഫഖീറൻ ഫകസുറ മാലുക ഇൻദനാ സുമ്മ തഖ്റുജ ബിമാലിക വനഫ്സിക നീ ദരിദ്രനായിട്ടല്ലേ റോമുടെ ഉടക്ക് വന്നര് ബിസിനസ് ആക്കിയിട്ട് വലിയ പണക്കാരനായപ്പാ നീ ഇതെല്ലാം പിടിച്ചോണ്ട് മദീനത്തേക്ക് പോണ്ടെങ്ങനെ നങ്ങണിക്ക് കച്ചവടാക്കിട്ടല്ലേ നീ ഇത്രയും വലിയ കോട്യാധിപതിയായിട്ട് നിന്റെ പോകുന്നങ്ങ പുടുല്ല സുഹൈബേ അപ്പോഴാണ് മഹാൻ കേക്കടാറായിത്തും ഇൻ തറക്തുലക്കും മാലീ അതഖ്ലൂന സബീലി നന്റെ സമ്പത്തെല്ലാം നാനുടെ വിട്ടുപോണ്ടെങ്കിൽ നക്ക് നിങ്ങ തെറുവിട്ടു തണ്ടാറാ എല്ലാരും ഓക്കെ ചൊല്ലാറ് മഹാൻ സുബ്ഹാനല്ലാ തന്റെ സ്വത്തുമുള്ള എല്ലാ ജാഗങ്ങും അങ്ങോ കാട്ടിക്കൊടുക്കിടൂ എല്ലാ മാലിങ്ങും വിട്ടുകൊടുക്കിടൂ എന്നിട്ട് മുഹാജിറായി മഹാൻ മദീനത്തുക പോണ്ടു പോമ്പോ കയ്യിൽ ഈമാനല്ലാണ്ട് ഒരു കെട്ടുമില്ല ഇട്ട ഡ്രസ് മാത്രവുമായി സുഹൈബ് റൂമി മക്കത്തെ മദീനത്തുള്ള ഹിജറ പയണത്തിലാണ് മദീനത്ത് എത്തുകാവുമ്പോ നബിതങ്ങൾ ഖുബായിൽ നിണ്ടിരി ഖുബായിൽ വെച്ചിട്ട് ഈ ദൂരത്തിൽ പണ്ട് ആളെ ദൃശ്യം നബിതങ്ങൾ കണ്ടുകൊണ്ടുണ്ട് നബിതങ്ങൾ സന്തോഷത്തിൽ സുഹൈബ് റൂമിടെ കണ്ടിട്ട് ചൊല്ലു റബിഹൽ ബൈഉ അബാ യഹ്യാ റബിഹൽ ബൈഉ അബാ യഹ്യാ കച്ചവടം ലാഭിച്ചു പോയിട് അബൂ യഹ്യാ കച്ചവടം ലാഭമായിട് അബൂ യഹ്യാ ദുനിയാവിടെ പ്രോത്സാഹിക്കിയ നേതാവല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമു ഹുനൈൻ ഗൊന്തില്ലേ മുഅ്മിനീങ്ങളെ ഹുനൈൻ യുദ്ധത്തെ കളത്തിൽ നബിതങ്ങളും സഹാബത്തും വിജയിച്ചിട്ട് കോടികട്ടല സമ്പത്ത് കിട്ടിയ നാലാണത് ആ സമ്പത്തിന്റെ കൂട്ടത്തിൽ 50 ലക്ഷത്തോളം വണ്ട സമ്പത്ത് നബിതങ്ങളുമായി വന്നിട്ടൊരു പെണ്ണിങ്ങ മുണ്ടി കൊടുക്കുടൂ ആ പെണ്ണിങ് ആരാണ് ബാല്യകാലത്ത് നബിതങ്ങളെ നോക്കിയൊരു പെങ്ങളാണത് ആ പെങ്ങള് ബാല്യകാലത്തെ സംഭവങ്ങൾ വന്നിട്ട് നബിതങ്ങളിട്ട് ചൊന്നപ്പാ നബിതങ്ങൾ ആ പെങ്ങൾക്ക് വല്ലാത്തൊരു ഓഹരി കൊടുക്കിടൂ ആ സംഭവം കേട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹുനൈൻ യുദ്ധത്തിൽ രണ്ട് ബാപ്പക്ക് വല്ലാത്ത സ്വത്ത് കിട്ടി പോയിടല്ലേ നക്കും കൊരിയ ഓതി കിട്ടുവല്ലേ പൈസല്ല നക്ക് കൊരിയ അടിമ കുട്ടിങ്ങ കിട്ടിയെങ്കിൽ നല്ലായിരം തീ ഔത്തുൽ കായറച്ചി കൈതട്ട് പിടിച്ചു പോയിട് കാട്ടടിച്ച് അതേ തടി നൊമ്പലെടും എടുക്കുക തുടങ്ങിയിട് നന്റെ ബാപ്പട്ടൊന്ന് പോയി നന്റെ കഷ്ടചൊന്നെങ്കിലാ ഫാത്തിമ റളിയല്ലാഹു അൻഹ നേരെ ബാപ്പട മുട്ട വണ്ടി നബിതങ്ങളെ മുട്ട വന്നിട്ട് ചൊല്ലു ബാപ്പാ രണ്ട് കൈയും തട്ട് പിടിച്ചു പോയിട് ബാപ്പാ സ്വർത്ത് ഒരാള് നക്ക് നിങ്ങ തന്നെങ്കിലാ യുദ്ധത്തിൽ നല്ല ഗനീമത്ത് സ്വത്ത് കിട്ടിയിടല്ലേ ബാപ്പാ ചൊന്നോണ്ട് കംപ്ലൈന്റ് ചൊന്നോണ്ട് വന്ന് മോളിട്ടിയെ വല്ലാത്ത കാരുണ്യമുള്ള നേതാവ് മുട്ടമ്പിൽ ചിട്ടി കാതിൽ ചൊല്ലൊരു പലക്കമുണ്ട് മോളെ കിടക്കും 33 സുബ്ഹാനല്ലാ ചൊല്ലു കിടക്കും 33 അൽഹംദുലില്ലാ ചൊല്ലു കിടക്കും 33 അല്ലാഹു അക്ബർ ചൊല്ലു നിക്കത് മൈ മോളെ ദുനിയാവ് കേട്ട് വന്ന സ്വന്തം മോളുകു അഹ്റം കാട്ടിക്കൊടുത്ത ഇതുപോലൊരു ബാപ്പം ലോകത്തുണ്ട മുഅ്മിനീങ്ങളെ ആ ബാപ്പ അല്ലേ ലോകത്തെ മാതൃകമായ ബാപ്പ ദുനിയാവിടെ പഠിപ്പുമെല്ലാം പഠിപ്പാണ്ടിയിട്ട് മക്കു നിസ്കാരത്തെ ಬಗ್ಗೆ കെയർലെസ് ഇല്ലെങ്കിൽ മക്കു അതേ ബാപ്പു ബേജാറില്ല മക്ക ഖുർആൻ ഓതില്ലെങ്കിൽ ബാപ്പുക്ക് ബേജാറില്ല നെയ്ച്ചിട്ട് അതേ പൈസം തന്റെ മെഷീൻ പോലെ മക്കങ്ങ തണ്ടാറായെങ്കിൽ ബാപ്പുക്ക് വലിയ സന്തോഷമാണ് ഇണ്ട് വരെ ബാപ്പ സുബഹി നിസ്കരിച്ചിരലാ മോനെ ചൊന്നിട്ട് കേട്ടിട്ടില്ല ഖുർആൻ ഓതിരല മോനെ കേട്ടിട്ടില്ല റമദാൻ തീരുമ്പോ ഖത്മി എത്രയായിട്ട് മോനെ ചൊന്ന് കേട്ട ബാപ്പല്ല ഈ ബാപ്പ ദുരന്തമാണ് മുഅ്മിനീങ്ങളെ
നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആൽമാരെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാടിത്തരം വചൊന്നുല്ലേ, നാളെ ആഖിറത്തുൽ ഹുശ്റ മാ ഫിർഔൻ, ഫിർഔന്റെ കൂടെയാണ് ആ ആള് നിൽക്കടേ. കാരണം എന്തേ? ഫിർഔന് ഈമാൻ നഷ്ടപ്പെട്ടത് നിസ്കാരം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, ഫിർഔന് ഈമാൻ നഷ്ടപ്പെട്ടത് എങ്ങനെ കൊണ്ടുണ്ടാ മുഅ്മിനീങ്ങളെ? അധികാരം കാരണം കൊണ്ടാണ്. ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട, പള്ളിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട, മീറ്റിംഗ് കൂടിയത് കൊണ്ട് നിസ്കാരം ഖളാവുട എങ്കിൽ ആ കമ്മിറ്റി ബറക്കത്തുള്ള കമ്മിറ്റിയല്ല, ആ മീറ്റിംഗ് ബറക്കത്തുള്ള മീറ്റിംഗ് അല്ല. ഖാറൂന് ഈമാനില്ലാണ്ടായത് എന്തിന്റെ പേരിലാണ്? മുഅ്മിനീങ്ങളെ സമ്പത്തിന്റെ പേരിലാണ്. സമ്പത്തിന്റെ പേരിൽ ഞങ്ങളെ മക്കളെ നിസ്കാരം നഷ്ടപ്പെട്ടുത്താ, ജാബുടെ പേരിൽ ഞങ്ങളെ മക്കളെ നിസ്കാരം നഷ്ടപ്പെട്ടുത്താ എങ്കിൽ ഖാറൂന്റെ കൂടെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാമാന്റെ കൂടെയും ചില ആൽമാർ നിൽക്കുവാരെന്തേ? ഹാമാൻ ആ കാലത്ത് വലിയ എഞ്ചിനീയറാണ്. പഠിപ്പ് കാരണം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ട മക്കൾ ഉള്ളാറാ രക്ഷപ്പെടുക പോണ്ടില്ല. ഉമ്മമാരെ ബാപ്പമാരെ, ഞങ്ങളെ മക്ക നാളെ ഹാമാന്റെ കൂടെയാണ്. ഞങ്ങ സ്വർഗത്ത് കാലെടുത്ത് വെക്കുമ്പോ ആ കാലുക വന്നിട്ട് ഒരു ചില്ലുടെ ആദ്യത്തെ ആളാറ് കൊണ്ടുണ്ടാ, ഈ ഖാറൂന്റെ കൂടെ നിന്റെ മോനാണ്, ഹാമാന്റെ കൂടെ നിന്റെ മോനാണ്, ഫിർഔന്റെ കൂടെ നിന്റെ മോനാണ്. അല്ലാഹു ഞങ്ങളെ മക്കളെ കാക്കട്ടെ. സ്വഹാബത്ത് സുബ്ഹാനല്ലാഹ് എല്ലാം ചേർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ പോയാർ. സുഹൈബ് റളിയല്ലാഹു അൻഹുടെ കണ്ടിട്ട് നബി തങ്ങൾ ചൊന്തു, സുഹൈബേ നിന്റെ കച്ചവടം ലാഭമായി പോയിട്ട്, സുഹൈബേ കോടികട്ടല സ്വത്ത് നഷ്ടപ്പെട്ട് നിനക്ക് നഷ്ടമായുടെ ചൊല്ലൊരു പ്രയോഗം നബി തങ്ങൾ നടത്തിയില്ല. കാരണം ഈ നഷ്ടമായത് ആഖിറത്തുള്ള നഷ്ടമാണ്, ആഖിറത്തെ പേരിലുള്ള നഷ്ടമാണ്. അതുകൊണ്ട് ദുനിയാവിൽ നഷ്ടം പോലെ കണ്ടെങ്കിലും ആഖിറത്തിൽ വലിയ ലാഭമാണ്. ആ സുഹൈബ് റളിയല്ലാഹു അൻഹുടെ പേരിലാണ് മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങടെ, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, സ്വന്തം തടിയുടെ പടച്ച റബ്ബുകു വേനായിട്ട് വിറ്റ ആൽമാർ, അല്ലാഹുവിനായിട്ട് ശരീരം സമർപ്പണാക്കിയ ആൽമാർ അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് തങ്ങൾ നാളെ സദസ്സ് വന്നുകൊണ്ടുണ്ട്. അതുവരെ വാഴ്ചുന്നുണ്ട് പലക്കം നന്ദിപ്പാട്ട് മുഅ്മിനീങ്ങളെ. സ്വഹാബത്ത് ഗുണമായി മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പടിപാടി തന്നെ മഹദറത്തുൽ ബദരിയ ഓതിയ മജ്ലിസല്ലേ മുഅ്മിനീങ്ങളെ. ഞങ്ങളുടെ ഈ സ്വഭാവം പകർത്തുകൊള്ള പരിശ്രമം നടത്തുന്നു. ആ സ്വഭാവത്തിൽ ഏറ്റവും വലിയ സ്വഭാവമാണ് ഏത് അമലാക്കെങ്കിലും സ്വഹാബത്ത് ബലിയായി കാണലില്ല. ചെറിയ ദോഷമാക്കിട്ടിന്നെങ്കിലും അതിനെ ചെറുതായി കാണലുമില്ല. അൽഹംദുലില്ലാഹ്. കർപ്പാട് തങ്ങളുടെ സദസ്സുകൾ വന്നുകൊണ്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസ് നടത്തുമ്പോൾ ചെറിയ റായെങ്കിലും മാഷാ അല്ലാഹ് ഭാരി ചന്തത്തെ മജ്ലിസാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ ബാലക്കാരന്മാർ നല്ല പ്രവർത്തനം ഇതിൽ കണ്ടുകൊണ്ടുണ്ട്. സദസ്സ് നല്ല വെളിച്ചമായിട്ട് ചുറ്റുമുത്ത് ഫുള്ള് ലൈറ്റിങ്സ് ആയിട്ട് എല്ലാ ആൽമാരും സദസ്സിൽ വെച്ചിട്ടുള്ള നല്ലൊരു മുബാറക്കായ മജ്ലിസാണ്. അല്ലാഹു കബൂലാക്കട്ടെ. നല്ല ചെലവ് ഇതൊക്കെയുണ്ട് അല്ലേ? പെണ്ണുങ്ങളെ ഭാഗത്ത് ഉമ്മമാരുടെ ഭാഗത്ത് ഒരു ബക്കറ്റ് ഉണ്ട്, അത് തീർത്തു പോകുള്ളതല്ല, തുനിനഞ്ചിടകുള്ളതുമല്ല. ഈ പ്രോഗ്രാമുകൾ നല്ലൊരു ചെലവുണ്ട്. ആ ചെലവ് എല്ലാവരും നല്ല നിയത്താക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നല്ലൊരു ഹദിയ നിങ്ങൾ കൊടുക്കും. അത് കാരണമായി നാം ആഖിറത്തിൽ രക്ഷപ്പെടുക സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആണുങ്ങളെ ഭാഗത്തും പണ്ട് ആണുങ്ങൾ നല്ലോണം സഹകരിക്കും. പെണ്ണുങ്ങൾ കൊടുക്കുന്നതിന്റെ ഡബലാണ് ആണുങ്ങൾ കൊടുക്കണേ.
ഡബലല്ലേ കിട്ടേ, സ്വത്ത് കിട്ടുമ്പോൾ ഡബലല്ലേ കിട്ടേ, ആ കൊടുക്കുമ്പോൾ ഡബലേ കൊടുക്കും. ചെലവ് യാറുള്ളത് കൊണ്ടാണ് ആണിങ്ങോ ഡബൽ കിട്ടുന്നത്. പെണ്ണിങ്ങ പിന്നെ അങ്ങനത്തെ ചെലവെന്തില്ലല്ലേ. സ്വഹാബത്തുകൾ നല്ല അമലങ്ങാക്കിക്കൊണ്ടിരുന്ന മഹാന്മാരാണ്. പക്ഷെ ഈ അമലിന്റെ പേരിൽ അതൊരു ബലിയായിട്ട് കണ്ടോണ്ടില്ല എന്തുണ്ടാണ്. അങ്ങനെ ഉണ്ട് ചില ആൾമാർ. 1000 സലാത്തല്ല ചൊന്നെങ്കിൽ അണ്ട് യാറ തസ്ബീഹ് വെച്ച് നടക്കണം. എന്താണ് 1000 സലാത്തിനണ്ട് ആയണ്ട് ബന്ധാണെന്ന അത് ചൊന്നില്ല ഓർക്ക് വേണ്ട. ഒരു 100 രൂപ കൊടുത്തു വന്നേ പെരുത്ത് ചാനൽ ഒരാൾക്ക് ഗർഭയങ്ങോട്ട് എന്തില്ലാത്ത 100 രൂപ കൊടുത്തിട്ട് വന്നനാണ്. അതൊരു ചൊന്നിട്ട് തീർക്കും. നോമ്പിൽ യാറ ഖത്തമല്ല തീർത്തെങ്കിൽ അവന്റെ സ്റ്റേറ്റസിൽ 3 സ്റ്റേറ്റസിൽ തേക്കല് ഖത്തം തീരുകയായിട്ട് ബന്ത് 15 ഇപ്പൊ 27 25 ഒരു ഖത്തമായപ്പോ അതൊരു സംഭ്രമല്ലേ സ്റ്റേറ്റസിൽ ഒരു ഖത്തമായി. ഇങ്ങനെ എങ്ങനെങ്കിലായിട്ട് ഒരു അമലിനെ ചൊന്നിട്ട് തീർത്തിട്ട് ദുനിയാവിലെ ആൽമാർ അത് നല്ലായിട്ട് മരിച്ചിട്ട് പോകണമെന്ന്. ആഖിറത്തിൽ പോയപ്പോ ഇങ്ങനത്തെ ആൽമാരല്ല ആഖിറത്തിൽ പോയപ്പോ എങ്ങനെ കിടുകയെന്നെങ്കിൽ ഓൺ ഭയങ്കര മനസ്സിലുള്ള ഭയങ്കര ഇക്കിടുവാണ്. നാണ് പണ്ട് ബില്ലാസ റുജുമായത്തേക്ക് 3 ആൾക്കാ പോതിരാ എല്ലാം ബില്ലാസ തസ്ബീഹ് നിസ്കരിച്ചിരാ. ഈ കണക്കെല്ലാം വെച്ചിട്ടാണ് ആഖിറത്തിൽ പോണ്ടേ. അവിടെ പോകുമ്പോൾ എന്തില്ല, കാല് ഗോണി മാത്രമില്ല, ഗോണ്ടിൽ എന്തുമില്ല. എന്തിനാണ് അത് ഉണ്ടാക്കിയതല്ല, 2 സ്വന്തം തീർത്തല്ലേ നിങ്ങൾ. അതവിടേക്ക് തീർന്നോ ഇവിടെ എന്തില്ല, ബരികയിലായിട്ടാണ് ആഖിറത്തിൽ കണ്ടേ. സ്വഹാബത്ത് മുന്നലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും ചൊല്ലലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാക്കിയ ഒരു ചെറിയതാ വലിയതാ ഒരു അമലും നാനപുട്ടവുമല്ല. പക്ഷേ നാണീ ഓരോ അമലുമാക്കുമ്പോൾ അതിന് പിന്നാലെ ഉള്ള ഉദ്ദേശം ഒരു അമല് നാന് പുട്ടുപോയാണ്ട് കണ്ടെങ്കിൽ അത് കാരണമായി നാണ് തെറുതപ്പി പോവേ ചൊല്ലപ്പേടിയാ. ഒരു സുന്നത്തും പുട്ട നേതാവല്ല സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. മുഅ്മിനീങ്ങളെ സുന്നത്ത് ചെന്നെങ്കിൽ ഏത് മുഅ്മിനീങ്ങളെ ഞങ്ങളെ സാധാരണ എല്ലാ ഫർദ് നിസ്കാരത്തെ മുന്നരും പിന്നെയുള്ള റവാത്തിബ് അല്ല. അത് എന്തായാലും നിസ്കരിച്ചോണ്ടിരുന്നാറ് സ്വഹാബത്ത്. വിത്ർ പോനൊന്നും അത് മാത്രമാ സുബ്ഹാനല്ലാഹ് അല്ല. ളുഹ 8 റക്അത്ത് അത് മാത്രമാ അല്ല. ജാവുകേനേറ്റ് നിസ്കരിക്കട മഹാന്മാരാണ് സ്വഹാബത്ത്. ഒരു സുന്നത്ത് പോലും ജീവിതത്തിൽ അങ്ങ് മിസ്സാക്കലില്ല. ഈ മഹാന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാടെ മുന്നലു ആരെങ്കിലും വന്നിട്ട് ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ നിങ്ങൾക്ക് നല്ല അമലുണ്ടല്ലേ എന്ന് ചൊന്നെങ്കിൽ മഹാൻ ഇങ്ങനെ പുൽപ്പെടു. എന്നിട്ട് മഹാൻ ചൊല്ലു ലൗ ആലമു അന്നല്ലാഹ തഖബ്ബല മിന്നി സജദതൻ വാഹിദതൻ ലതമന്നൈതുൽ മൗതാ. നാണാക്കിയ ഇത്രയും അമലുകളെ കൂട്ടത്തിൽ ഒരു സുജൂദെങ്കിലും പടച്ച റബ്ബ് സ്വീകരിച്ച് റാച്ചൊളുടെ ഉറപ്പുനക്ക് കിട്ടിത്തീണ്ട് കണ്ടെങ്കിൽ ഉടനാണ് മരിക്കുകനായി കൊതിക്കുക. എന്തേ കാരണ അല്ലാഹു സ്വീകരിക്കണത് ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പടച്ച റബ്ബ് ഏത് അമലും സ്വീകരിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് മുഅ്മിനീങ്ങളെ. ഞങ്ങൾക്ക് പടച്ച റബ്ബുടെ വല്ലാത്തൊരു പേടി മനസ്സിൽ വേണം, മുത്തഖീങ്ങളിൽ പെട്ടിട്ട് വേണം. ആ ലിസ്റ്റിൽ നിന്നാണ് പെട്ടാണ്ട് പിന്നെ ഉറപ്പായില്ലേ. അതുകൊണ്ട് നണ്ട ഒരു സുജൂദെങ്കാല് സ്വീകരിച്ചിരിച്ചുള്ള ഉറപ്പുനക്ക് കിട്ടിത്തീണ്ട് കണ്ടെങ്കിൽ ഉടനാണ് മരിക്കുകനായി കൊതിക്കുക. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ വഫാത്ത് മുട്ട വന്നപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ വല്ലാത്ത പുൽപുട്ടോണ്ടുണ്ടു. ഓ ഉമ്മമാരെ, ഏതമളുടെയും ചെറുതായി കാണുള്ളതല്ല, ഞങ്ങ ആക്കിയ ദോഷങ്ങൾ ചെറുതായി കാണുള്ളതല്ല, ഞങ്ങ ആക്കിയ നന്മങ്ങ വലുതായി കാണുള്ളതല്ല. ഇണ്ടത്തെ ജാവു ബല്യാസര ജാവാണ്, പോലു ബല്യാസര പോലാണ്. ഇണ്ടും നാളെയുമായി പ്രത്യേകമായ ഒരു സൂറത്തോതൊക്കെ സുന്നത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുള്ളതാണത്. സൂറത്തുൽ കഹ്ഫാണ്. ഓതിട്ട് വേണം മുഅ്മിനീങ്ങളെ. അത് പണ്ട് ബല്യാസരടക്കുള്ള ഞങ്ങളെ ഈമാന്റെ പ്രകാശമാണ് സൂറത്തുൽ കഹ്ഫ്.
അതേപോലെ ഇണ്ട് ജാവാ നാളെ പോൽ മനമായിട്ട് ഓതുകു സുന്നത്തായ ഇനൊരു സൂറത്ത് കൂടിയുണ്ട്. സൂറത്തു ദുഖാനാണത്. മൻ ഖറഅ സൂറത്തു ദുഖാനി ലൈലത്തുൽ ജുമുഅത്തി ഔ നഹാറഹാ, ഒരാള് ജുമുഅയുടെ ജാവുല ജുമുഅയുടെ പോല്ല സൂറത്തു ദുഖാൻ ഓതിയാണ്ട് കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ചൊന്നില്ലേ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നാ. ഓ മുഅ്മിനീങ്ങളെ, ജീവിതത്തിന് 30, 40, 50 വർഷ ഒരു അവിടക്കൊകുബേനായി തീർത്ത ആൽമാരാണ് ഞങ്ങവും നിങ്ങവും. ദുനിയാവിടെ ആവാണത്, ഞങ്ങ മരിക്കലോട് കൂടെ വിട്ടുപോണ്ട ആവാണത്. എങ്കിലൊരു അവണ്ട് ആഖിറത്തിലുള്ള സ്വർഗത്തിലുള്ള ആവാണ്. അത് തീരുകില്ലാത്ത ആവാണ്, ശാശ്വതമായ ആവാണ്. ആ അവ കിട്ടുള്ള നല്ലൊരു ഓഫർ നിവേദങ്ങൾ പരിപാടി തണ്ടി വെല്ലാസജാവുക പോലുക. ഒരാള് സൂറത്തു ദുഖാൻ നല്ല നിരക്ക് ഓതുരുണ്ട് കണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് അവനുകുബേനായി സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, സൂറത്തു ദുഖാൻ ഓതുക 3 മിനിറ്റ് ടൈമേമൈ. ഖബറിലൊന്ന് സന്തോഷത്തിൽ പോയി കിടക്കണാറുമില്ലാത്ത ജാഗമല്ലേ. കൂടെ ഞങ്ങളെ കൂടെ സന്തോഷിപ്പിക്കൽ ഒരാള് വേണ. ആ ഒരാളെ ബകയും നബി തങ്ങൾ പടിപാടി തന്ത് റഹ്മത്തുൽ ലിൽ ആലമീനാണത്. സൂറത്തുൽ മുൽക്ക് ഓതൊരു ഉമ്മമാരെ, പണ്ടത്തെ കാലത്ത് അവങ്ങ എവിടെ സൂറത്തുൽ മുൽക്ക് ഓതാത്ത അവങ്ങ ഞങ്ങളെ റായത്തിലിന്താ. എന്തൊരു ബറക്കത്തുള്ള അവങ്ങാണ് പണ്ടത്തെ അവങ്ങ. സൂറത്തുൽ മുൽക്ക് ഓതാണ്ട, വാഖിയ ഓതാണ്ട, സജദ ഓതാണ്ട ഔത്ര ലൈറ്റ് ഓഫ് ആവലില്ല. ഖബറിൽ സന്തോഷിപ്പിക്കട ഒരാള് വേണ. സൂറത്തുൽ മുൽക്ക് ഓതറു ചൊന്ന് പടിപാടി തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കണ സൂറത്തു സജദ ഓതറു. എല്ലാ ജാവും കിടന്ന് ഉറങ്ങുമ്പോ മുഅ്മിനീങ്ങളെ, നല്ല നല്ല അമലുകളില്ലേ. ഒരു 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഒരു 3 ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എല്ലാം 3 പാട്ട് ഓതിയിട്ട് ഒന്നതേ കൈക്കൂതിയിട്ട് മേലുകൊന്നു തടങ്ങിക്കിടന്നെങ്കിലോ ആ ജാവുക ഒരാള് മരണപ്പെട്ടുണ്ട് കണ്ടെങ്കിൽ മാത്ത ഷഹീദ, അയാൾക്ക് ഷഹീദായി മരണപ്പെട്ട പ്രതിഫലം ചൊന്നിട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അങ്ങനെ മരിച്ചില്ല, അയാൾ ഹയാത്തായി തീണ്ട് കണ്ടെങ്കിൽ, സുബഹിയാവും മെഞ്ചി തീണ്ട് കണ്ടെങ്കിൽ അസുബഹ മഗ്ഫൂറാ, അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടതിലേക്ക് അയാള് സുബഹിയാവുമ്പോ എണിക്കും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ചെറിയ അമലുകൾ, 2 മിനിറ്റ് 3 മിനിറ്റ് വേനായ അമലുകൾ പ്രതിഫലമാ. സുബ്ഹാനല്ലാഹ്. ഒരു ഗുഡ നോക്കിയെങ്കിൽ തീരാത്ത, ഒരു പർവ്വത നോക്കിയെങ്കിൽ തീരാത്ത റാഷിവന്റെ പ്രതിഫലമാണ് ഇതിന്റെ പ്രതിഫലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഏതും ചെറുതായി കാണേണ്ട മുഅ്മിനീങ്ങളെ, ആരെ സ്വർഗം ഏത് അമലിനെ വെച്ച് ചൊല്ലത് ആർക്കും ഉറപ്പല്ല. ലോകത്തിൽ ഇണ്ട് തോലും കളവ് ചൊല്ലു ചെന്നിട്ട് രേഖപ്പെടുത്താത്ത, സംശയിക്കപ്പെടാത്ത സകല മഹാന്മാരും 100 സത്യം ചൊല്ല നേതാവ് ചെന്ന് ഉറപ്പിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് പലക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ മരണത്തെ ടൈമിൽ വല്ലാത്ത ബുൽപ്പുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുട്ടം വന്നിട്ട് ചില ആൽമാർ ചൊല്ലയാ ഉമ്മൽ മുഅ്മിനീൻ മാ യുബ്കീക്, എന്തേ നിങ്ങ ബുൽപ്പുഡ്രെ, അന്തി സൗജത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ കൂടെ ജീവിക്കുക ഭാഗ്യം കിട്ടിയ പെഞ്ഞായിയല്ലേ നിങ്ങ. വഅഫ്ഖഹു നിസാഇൽ ഉമ്മാ, ഈ ഉമ്മത്തിലെ പെണ്ണുങ്ങളെ കൂട്ടത്തില് വല്ലാത്ത ഇൽമുള്ള ഉമ്മയല്ലേ നിങ്ങ. വബശറകില്ലാഹു ബിൽ ജന്നാ, സ്വർഗം കിട്ടുചൊല്ല സ്വാർത്ഥം തന്ന ഉമ്മയല്ലേ നിങ്ങ. ഫഖാലത് ആയിഷ റളിയല്ലാഹു അൻഹാ ഈ ചൊന്നാൽ മാറട്ട ചൊല്ലബുക്കി ഖൗഫം മിനൽ ഉഖൂഫി ബൈന യദയില്ലാഹ്,
അല്ലാഹുടെ മുന്നൊരു നിക്കടതിനെ കുറിച്ച് പേടിച്ചിട്ടാണ് ഈ മുൽപു ലാദരി കൈഫ യകൂനുൽ ഹിസാബ്. നിങ്ങ പല മഹത്വം നക്കു ചൊല്ലാറ്, പക്ഷേ നന്റെ ഹിസാബ് എങ്ങനെ ഉണ്ട് ചൊല്ലതിനെ ಬಗ್ಗೆ നക്ക് പിടുത്തമില്ല. ആ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഖുർആൻ ഓതി ഓതി വല്ലദീന യുതൂന മാ തൗ വഖുലൂബുഹും വജിലാ. ആ മഹദി ചൊന്നോണ്ടി ഖുർആന്റെ ആയത്ത് മോദിയിട്ട് കൊടുക്കുന്നതെല്ലാം കൊടുത്തിട്ട് കൽബിൽ വല്ലാത്ത പേടിയുള്ള ആൽമാർ സ്വഹാബത്തിന്റെ വകയാണത് ചൊന്നുരേ. എന്നിട്ട് ഈ ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മ ചൊല്ലു, ഹുമുല്ലദീന യുസല്ലൂന വയുസമ്മൂൻ. ആ സ്വഹാബത്ത് നിസ്കരിക്കിടങ്ങാണ്, നോമ്പ് നോക്കിടങ്ങാണ്, വയതസദ്ദഖൂൻ വല്ലാത്ത ധർമ്മം കൊടുക്കുന്ന ആൽമാരാണ്. വഹും യഖാഫൂന അല്ലാ യഖ്ബല മിൻഹും. എന്നിട്ടാണ് വല്ലാത്ത പേടിച്ചു പോയ. എന്തൊരു പേടി! ഞങ്ങളെ തൊട്ട് പടച്ച റബ്ബ് സ്വീകരിക്കാനാ ഇല്ലേ? ഓ മുഅ്മിനീങ്ങളെ, നന്റെ സകല പ്രവർത്തകന്മാരെ, KMJയും SYSഉം SSFൽ പ്രവർത്തിക്കട എല്ലാ മുഅ്മിനീങ്ങളെ, ഐക്ക് സപ്പോർട്ടാക്കട ഉമ്മമാരെ, അതേ പെങ്ങന്മാരെ, എല്ലാ ഹരട്ടുകയും ഒരു പലക്കം നണ്ടിട്ടുകയും ആദ്യമായി ചൊല്ലകുള്ളു. ഏത് അമലങ്ങം എടുത്തിട്ടിന്നെങ്കിൽ അതെല്ലാം സ്വീകാര്യത്തെ വകുപ്പിൽ ഭരണ, അത് സ്വീകരിക്കണ ചൊല്ല റെക്കോർഡിൽ ഭരണ. ഒരു കണ്ടീഷൻ പടച്ച റബ്ബ് ഖുർആനിൽ ചൊന്നുപോയ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നിസ്കാരം വിട്ടിട്ടുള്ള പ്രവർത്തന പടച്ച റബ്ബുക്ക് സ്വീകാര്യമല്ല. ഹറാം മിക്സ് ആയിട്ടുള്ള പ്രവർത്തന പടച്ച റബ്ബുക്ക് സ്വീകാര്യമല്ല. വ്യഭിചരിച്ചിട്ടുള്ള പ്രവർത്തന പടച്ച റബ്ബുക്ക് സ്വീകാര്യമല്ല. കട്ടിട്ടുള്ള പ്രവർത്തന പടച്ച റബ്ബുക്ക് സ്വീകാര്യമല്ല. കളവ് ചെന്നിട്ടുള്ള പ്രവർത്തന അല്ലാഹുക്ക് വേണ്ട. വഞ്ചിച്ചിട്ടുള്ള പ്രവർത്തന അല്ലാഹുക്ക് സ്വീകാര്യമല്ല. ആറായത്തെ പള്ളികെട്ട് വാട്ടിയവണു നീ ശരി, ആറായത്തെ സംഘടന വളർത്തിയവണു നീ ശരി, പക്ഷെ ഈ പ്രവൃത്തിയും കൂടി നീ എടുത്തോണ്ടുള്ളേ മുഅ്മിനേ, എങ്കിൽ നിന്റെ അമല് സ്വീകാര്യമല്ല. അല്ലാഹു ഞങ്ങളെ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ അല്ലാഹു ആക്കി തരട്ടെ. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ എത്തിപ്പെടുമ്പോൾ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളായി എത്തിപ്പെടുകയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ജീവിതത്തിൽ കലങ്ങയില്ലാണ്ട് ദോഷമില്ലാണ്ട് ജീവിച്ചിട്ട്